പ്രിയങ്കരനായ ഭാഗവത തിലകം ശ്രീ കുളത്തൂർ ജയകൃഷ്ണൻ അവர்களാണ്. അദ്ദേഹത്തെ ദേവസ്വത്തിന്റെ പേരിലും നിങ്ങളുടെയും പേരിലും ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ആചാര്യനെ ആദരിക്കാനായി ദേവസ്വം ജോയിന്റ് സെക്രട്ടറി ജയകുമാർ അവരോട് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ നമഃ. ഗും ഗുരുഭ്യോ നമഃ. ഗം ഗണപതയേ നമഃ. സം സരസ്വതീ നമഃ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ത്രിമൂർത്തിശക്തി സംഭൂതാം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യനിലയാം ധ്യായേത് മൂകാംബികാം സദാ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. ശരണാഗതദീനാർത്ത പരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ഗൗരീ നാരായണി നമോസ്തുതേ. മാന്ധാതൃശൈലനിലയേ ഭവരോഗനിവാരിണീ യജ്ഞപ്രിയേ പ്രസീദത്വം ദേവി വിശ്വാർത്തിഹാരിണി ജഗദംബികായൈ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം. ഓം നമഃ ശിവായ. വല്ലഭക്ഷോണീശുകീർത്തിമന്ദം നാരായണായേതി സദാ ജപന്തം ശ്രീകൃഷ്ണപാദാബ്ജമധുവ്രതം തം നമാമി നിത്യം. പിതരം കുമാരം ഗുരും കുമാരം പ്രണതോസ്മി നിത്യം. ശ്രീ അച്യുതം നതോസ്മി. ഋഷിഭ്യോ നമഃ. സാധകേഭ്യോ നമഃ. ഗുരുഭ്യോ നമഃ. പിതൃഭ്യോ നമഃ. പരമഭാഗവതേഭ്യോ നമഃ. ഭക്തേഭ്യോ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. എല്ലാവരും കൂടി ചൊല്ലാം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ ജയ. 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 ഭക്തിയോടെപ്പോഴും നാമം ജപിക്കുവാൻ ശ്രദ്ധയും ഭക്തിയും
തന്നിടേണം. രാഗദ്വേഷാദീയം ഹൃദ്രോഗമൊക്കെയും വേഗമകറ്റണേ യോഗമായി. അമ്മേ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ ജയ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ ജയ. വിദ്യയും ബുദ്ധിയും ആരോഗ്യവും ഭക്തി ശ്രദ്ധയും കീർത്തിയും ഉദ്യോഗവും ഹൃദയകലകളിൽ നൈപുണ്യവും വേദവേദ്യയാം നീ കനിഞ്ഞിടേണം. അമ്മേ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ ജയ. അമ്മേ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ ജയ. ദാരിദ്ര്യം പോക്കണം സൗഖ്യം വരുത്തേണം ഭൂരിധനധാന്യം ഏകിടണം. ശൗരീ പദംബൂജ ഭക്തിയും താഴ്മയും ഗൗരി കനിവോടരുളിടേണം. അമ്മേ നാരായണ ലക്ഷ്മീ നാരായണ അമ്മേ നാരായണ കേളിയേറിടും പുത്തൂരിലായി വാഴുന്ന ദേവി മഹേശ്വരി ഭദ്രകാളി ആനന്ദരൂപിണി നിന്മേനിയൻ മുന്നിൽ ആവിർഭവിച്ചു വിളങ്ങിടേണം. അമ്മേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ ജയ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ ജയ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ ജയ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഒരിക്കൽ കൂടി ഈ അമ്മയുടെ മുമ്പിൽ അമ്മയുടെ മടിത്തട്ടിൽ ഇങ്ങനെ ഉയർന്ന് ഇരുന്ന് അല്ലേ അമ്മയുടെ മഹാത്മ്യത്തെക്കുറിച്ച് അമ്മയുടെ ഭക്തന്മാരോട് പറയാനുള്ള വലിയൊരു മഹാഭാഗ്യത്തെ കിട്ടിയിരിക്കുന്നു. ആ ഭാഗ്യത്തെ നിമിത്തമായ എല്ലാ സജ്ജനങ്ങളുടെയും പദാരബിന്ദങ്ങൾ നമസ്കരിച്ച് നമുക്ക് ആരംഭിക്കാം. എപ്പോഴും പറയാറുള്ളത് പോലെ സമയം വളരെ പരിമിതമാണ്. വിഷയമാണെങ്കിൽ വിപുലമായ ഒരു വിഷയവും. പിന്നപ്പോ എന്തിനാ ഈ പ്രഭാഷണം ചോദിച്ചാൽ നമ്മൾ പറയില്ലേ സ്ഥാലീപുലാക ന്യായം എന്നൊരു ന്യായം. എന്താ ഈ സ്ഥാലീപുലാക ന്യായം എന്ന് പറഞ്ഞാൽ അമ്മമാര് ചോറ് വേവിക്കുമ്പോ അടുപ്പ് കത്തിച്ച് പാത്രം വെച്ച് ശുദ്ധജലം നിറച്ച് നന്നായി കഴുകി അല്ലേ കല്ലും നെല്ലും ഒക്കെ മാറ്റിയ അരി വൃത്തിയായിട്ട് ഓരോ പിടിയായിട്ട് ഇട്ട് തിളപ്പിച്ച് വാർത്ത് ആണ് സാധാരണഗതിയിൽ ചോറുണ്ടാക്കുക പഴയ കാലത്ത്. അപ്പൊ പിന്നെ കുക്കറിലിടുക, 2 വിസിൽ ചോറ്, 4 വിസിലായ കഞ്ഞി എളുപ്പമാണ്. അപ്പൊ ഇങ്ങനെയാണ് ചോറുണ്ടാക്കണ വെച്ചാൽ ഇത് വെന്തോന്നറിയാനൊരു സൂത്രപ്പണിയുണ്ട്. എന്താ അത്? ഇങ്ങനെ ഇളക്കിയിട്ട് ഒരു വറ്റെടുത്തിട്ട് ഇങ്ങനെ അമർത്തി നോക്കും. അത് നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആ പാത്രത്തിലുള്ള എല്ലാ അരിയും വെന്തിട്ടുണ്ട്. അതിനെയാണ് ഇപ്പൊ പേരൊന്നും കേട്ട് പേടിക്കണ്ട, സ്ഥാലീപുലാക ന്യായം എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നേരെ മറിച്ച് ആരെങ്കിലും ഒരു അരി ഇത് വെന്തിട്ടുണ്ട് അത് മാറ്റി വെച്ചു, ഒരു അടുത്ത അരി എടുക്കുക, ഇതും വെന്ത്, ഇതിന് ആവശ്യമില്ല, 1 or 2 അരി എടുത്ത് നോക്കിയാൽ ചോറിന്റെ വേവ് മനസ്സിലാവും. എന്നതുപോലെ ദേവി മഹാത്മ്യം ശരിക്കും പറഞ്ഞാൽ വളരെ എന്താ പറയുക ലഘുവായ ഒരു ഗ്രന്ഥമാണ്. ലഘുവായ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഗ്രന്ഥസംഖ്യ കൊണ്ട് വളരെ ചെറുത്, ഒരു 700 ശ്ലോകങ്ങളേ ഉള്ളൂ. പക്ഷെ ഗ്രന്ഥസംഖ്യ കൊണ്ട് ചെറുതാണെങ്കിലും
ആശയ സമൃദ്ധമായിരിക്കുന്ന ആശയ സമ്പുഷ്ടി കൊണ്ട് ഏറ്റവും ബൃഹത്തായിരിക്കുന്ന കാവ്യമാണ് ദേവി മഹാത്മ്യം. സാധാരണഗതിയിൽ 3 ഗ്രന്ഥങ്ങളെ ആചാര്യന്മാർ എടുത്തു പറയും. നമ്മൾ പറയാറുണ്ടല്ലോ, എത്ര ഗ്രന്ഥങ്ങളാണ് നമുക്കുള്ളത് ചോദിച്ചാൽ കയ്യിൽ നടക്കൂല. അനന്തശാസ്ത്രം ബഹുവേദിതവ്യം അല്പശ്ച കാലോ ബഹവശ്ച വിഘ്ന യൽ സാരഭൂതം തത് ഉപാസിതവ്യം. അനന്തശാസ്ത്രം എന്നാ പറയാ. വേദങ്ങൾ തൊട്ടങ്ങോട്ട് തുടങ്ങിയാൽ അനവധി ഗ്രന്ഥങ്ങൾ നമുക്ക് വൈദിക സാഹിത്യത്തിലെ സനാതനധർമ്മത്തിന് അടിസ്ഥാനമായിട്ട് പഠിക്കേണ്ടതാണ്, ആചരിക്കേണ്ടതാണ്. അങ്ങനെ അനവധി ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിലും 4 ഗ്രന്ഥങ്ങളെ പ്രത്യേകമായിട്ട് വിചാരം ചെയ്യണം എന്ന് ഗുരുനാഥന്മാര് പറയും. അതിൽ ആദ്യത്തേത് രാമായണമാണ്, പിന്നീട് മഹാഭാരതം, പിന്നീട് ശ്രീമദ് ഭാഗവതം, 4ാമത്തെ ഗ്രന്ഥമാണ് ദേവി മഹാത്മ്യം. എന്താ ഈ 4 ഗ്രന്ഥത്തെ എടുത്തു പറയാൻ കാരണം എന്നാണെങ്കിൽ, പുരുഷാർത്ഥത്തെ സാധിക്കലാണ് ഒരു മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ടത് അല്ലെ. അനവധി തവണ അനവധി ആചാര്യന്മാര് നമ്മളോട് ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യജന്മത്തിന്റെ മഹത്വം പറഞ്ഞുകൊണ്ടാണ് സാധാരണഗതിയിൽ ഏതൊരു പ്രഭാഷണവും ആരംഭിക്കുക, ഏതൊരു ഗ്രന്ഥവും ആരംഭിക്കുക. അങ്ങനെയാണ് അല്ലേ. മനുഷ്യജന്മത്തിന്റെ മഹത്വം. ജന്തൂനാം നരജന്മ ദുർലഭമപി. നരജന്മം എന്നത് ഏറ്റവും ദുർലഭമാണ്. ദുർലഭം ത്രയമേവൈതത് ലോകാനുഗ്രഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശയ. അപ്പോ മനുഷ്യജന്മത്തിന്റെ മഹാത്മ്യാണ് ആദ്യം പറയുക. എന്നിട്ട് പറയും, ഈ മനുഷ്യനായി ജനിച്ചാൽ എന്താ സാധിക്കേണ്ടത്? ഒരു പുരുഷായുസ് കൊണ്ട് സാധിക്കേണ്ടത്, അർത്ഥിച്ചെടുക്കേണ്ട കാര്യത്തെയാണ് പുരുഷാർത്ഥം എന്ന് പറയും. ഒരായുസ് കൊണ്ട് സാധിച്ചെടുക്കേണ്ടത് എന്താ? കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ, എന്തിനാണ് ഇപ്പൊ നമ്മളൊക്കെ ജനിച്ച് ജീവിച്ചു മരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇഡ്ഡലി സാമ്പാറും കഴിച്ചിങ്ങനെ ഇരിക്കാനൊന്നുമില്ല, പിന്നെ വേറെയും കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒരു പുരുഷായുസ് കൊണ്ട് സാധിച്ചെടുക്കേണ്ടതിനെയാണ് പുരുഷാർത്ഥം എന്ന് പറയാം. അതിന് കൃത്യമായിട്ട് 4 എണ്ണമായിട്ട് ആചാര്യന്മാര് പറഞ്ഞു. നമുക്കറിയാം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇത് ധർമ്മത്തെക്കുറിച്ച് പഠിപ്പിക്കാനാണ് രാമായണം. രാമോ വിഗ്രഹവാൻ ധർമ്മ. കൂടുതൽ വിശദീകരിക്കുന്ന രാമായണം നമ്മൾ അനവധി തവണ ചർച്ച ചെയ്തത്. അർത്ഥത്തെക്കുറിച്ച് പറഞ്ഞു തരാനാണ് ഭാരതം. അർത്ഥത്തിന് പിന്നാലെ പോയാലുണ്ടാകുന്ന അനർത്ഥം എന്താ പഠിപ്പിക്കാൻ ഭാരതം. മോക്ഷത്തെക്കുറിച്ച് പഠിപ്പിക്കാനാണ് ഭാഗവതം അല്ലേ. ഭാഗവതത്തിന്റെ തുടക്കം തന്നെ എന്താ? പരീക്ഷത്തിന് ഒറ്റ ചോദ്യ, വിതരാം പ്രിയമാണസ്യ. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് എന്ത് ചെയ്യണം, എങ്ങനെയാ മരിക്കേണ്ടത്? അതിനുത്തരാണ് ഭാഗവതം. അപ്പൊ ധർമ്മം, അർത്ഥം, മോക്ഷം 3 ഗ്രന്ഥം പറഞ്ഞു. കാമത്തെ സാധിക്കാനാണ് ദേവി മഹാത്മ്യം. അതുകൊണ്ടാണ് നമ്മളിപ്പോ നേരത്തെ തുടക്കത്തിൽ ചിലർ കീർത്തനത്തിലൊക്കെ പറഞ്ഞതാ, വിദ്യ നൽകണം അല്ലെ, ബുദ്ധി നൽകണം, ആയുസ് നൽകണം, ഭൂരി ധനധാന്യം നൽകിയിടയണം അല്ലെ. നാണയപ്പറയൊക്കെ വെച്ചില്ല ഇപ്പൊ കുറെ പേര്. എന്താ? ഭൂരി ധനധാന്യം നൽകിയിടയണം. ആയുസ് വേണം, കീർത്തി വേണം, ഐശ്വര്യം വേണം, ആരോഗ്യം വേണം, സമ്പത്ത് വേണം, സമൃദ്ധി വേണം, സദ്ബുദ്ധി വേണം, സൽസന്താനത്തെ വേണം. ഇങ്ങനെ ആത്മീയവും ഭൗതികവുമായ ആഗ്രഹങ്ങൾ സാധിക്കാനാണ് ദേവി മഹാത്മ്യം. ഇപ്പോ 4 എണ്ണമായി. ഇപ്പൊ ചുരുക്കത്തിൽ ഈ 4 ഗ്രന്ഥങ്ങളെയും കുറഞ്ഞതായിട്ടെങ്കിലും ഒന്ന് പരിചയപ്പെട്ട് അത് ജീവിതത്തെ അനുസന്ധാനം ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ ചുമതലയാണ്. അതാണ് ആദ്യമായി പറഞ്ഞത്. കാമത്തെ സാധിക്കാൻ വേണ്ടിയിട്ടാണ് ദേവി മഹാത്മ്യം. ദേവി മഹാത്മ്യമൊക്കെ നമ്മൾ പരിചയിച്ചവരാണ്, ധാരാളമായിട്ട് ഉപാസിക്കുന്നവരാണ്. അപ്പൊ ചില ശ്ലോകങ്ങൾ മാത്രം എടുത്തു നോക്കൂ. ആയുർദേഹി ധനം ദേഹി വിദ്യാം ദേഹി മഹേശ്വരി. എന്താ അർത്ഥം? ആയുസ് നൽകിയാലും ധനത്തെ നൽകിയാലും വിദ്യയെ നൽകിയാലും സമസ്തമഖിലം ദേഹി ദേഹി മേ പരമേശ്വരി. എനിക്കെല്ലാം നൽകും. ലക്ഷ്മീവന്തം യശസ്വന്തം വിദ്യാവന്തം ചമാം കുരു. എനിക്ക് ലക്ഷ്മിയെ തന്നാലും യശസ്സിനെ തന്നാലും വിദ്യയെ തന്നാലും. പുത്രാൻ ദേഹി ധനം ദേഹി ദേഹി സൗഭാഗ്യമാരോഗ്യം ദേഹി മേ പരമം സുഖം. എത്ര സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നു, സൗഭാഗ്യത്തെ തരൂ അല്ലേ. പത്നീ മനോരമാം ദേഹി
നല്ല ഭാര്യയെ തന്നാലുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടതാണ് അല്ലേ? നല്ലൊരു ഭാര്യയെ കിട്ടണേ. പത്നീം മനോരമാം ദേഹിം, ഒരു വിശേഷണം കൊടുത്ത പത്നിക്ക്, മനോവൃത്താനുസാരിണീം, ഇതുപോലെ എന്റെ മനസ്സിനനുസരിച്ച് എന്റെ ഒപ്പം നിൽക്കണ ഒരു ഭാര്യയെ തന്നാലും. ഇത് കേട്ടപ്പോ പലരും നെറ്റി ചുളിച്ചു. പിന്നെ അല്ലേ, അങ്ങനെ ഭർത്താവിന്റെ ഇഷ്ടത്തിന് ജീവിക്കാനൊന്നും ഞങ്ങളെ കിട്ടില്ല. അല്ലെങ്കിൽ അത് ഈ പുരാണങ്ങളൊക്കെ പുരുഷന്മാർ എഴുതിണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഇതിനൊക്കെ ഇതൊന്നും അല്ല കേട്ടോ, ഇതിനൊന്നും വിചാരിക്കരുത്. ഇവിടെ പത്നി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ധാരണയുള്ള പത്നി ഭാര്യ അല്ലേ എന്ന് പറഞ്ഞാൽ വിവാഹ മണ്ഡപത്തിൽ വെച്ച് നിലവിളക്കും നിറമറയൊക്കെ സാക്ഷി നിർത്തി താലിയൊക്കെ കെട്ടി 2 പുടവയൊക്കെ കൊടുത്ത് പാണിഗ്രഹണം കയ്യൊക്കെ ചേർത്ത് പിടിച്ച് 3 വട്ടം ആദ്യം എന്ത് ചെയ്യും? വലത്ത് വയ്ക്കും, വട്ടം ചുറ്റും. പിന്നെ ജീവിതകാലം മുഴുവൻ വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആള് അല്ലേ? ഇത് ഭർത്താവ്, ഇത് ഭാര്യ. അങ്ങനെയല്ല. ഇവിടെ ഭാര്യ ആരാന്നറിയോ? ബുദ്ധിയെയാണ് ഭാര്യ എന്ന് പറയുക. പുരഞ്ജനോപാഖ്യാനൊക്കെ പഠിച്ചില്ലേ ഭാഗവതത്തില്? പുരഞ്ജനൻ പുരഞ്ജനിയൊക്കെ ഓർമ്മിക്കുണ്ടാവും. അപ്പൊ മനോവൃത്താനുസാരിണിയും പത്നി മനോരമാം ദേഹി എന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താ? ബുദ്ധിയും മനസ്സും തമ്മിൽ എന്ത് വേണം? ഒരൈക്യം വേണം. ഈ ബുദ്ധിയും മനസ്സും തമ്മിൽ ഐക്യമുള്ളപ്പോഴാണ് ബുദ്ധിക്കനുസരിച്ച് മനസ്സ് ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. രണ്ട് വഴിക്കാണെങ്കിലോ അവിടെയാണ് നമ്മൾ പറയാ മനസ്സൊരു വഴിക്ക് ബുദ്ധി ഒരു വഴിക്ക്. അവിടെയാണ് നമ്മൾ എന്ത് പറയാ? മനോനില തെറ്റിയ ആൾക്കാർ എന്ന് പറയും. അങ്ങനെയൊക്കെ വേണം പ്രാർത്ഥനയെ മനസ്സിലാക്കാനാട്ടെ. ഇവിടെ എല്ലാ പ്രാർത്ഥനയ്ക്കും ഇപ്പൊ ഞാൻ ചൊല്ലിയില്ലേ, ആയുർദേഹി, ധനം ദേഹി, വിദ്യാം ദേഹി, ഇതിനൊക്കെ 2 അർത്ഥതലങ്ങളാണ് വരിക. ഒന്ന് ആത്മീയമായ അർത്ഥവും മറ്റൊന്ന് ഭൗതികമായ അർത്ഥം. ഇപ്പൊ ചുരുക്കത്തിൽ കാമത്തെ സാധിക്കാൻ വേണ്ടിയിട്ടാണ് ദേവി മാഹാത്മ്യം എന്നൊരു ഗ്രന്ഥത്തെ ആചാര്യന്മാര് പരിചയപ്പെടുത്തിയത്. നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ദേവി മാഹാത്മ്യം എങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പറഞ്ഞല്ലോ, വേദങ്ങളെ കുറിച്ച് പറഞ്ഞു, വേദങ്ങളുടെ അവസാനം പ്രതിപാദിക്കുന്ന വേദാന്തങ്ങളെ കുറിച്ച് പറഞ്ഞു, അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഉപനിഷത്തുകളെ കുറിച്ച് പറഞ്ഞു. പോരാ, ദർശനങ്ങള്, സ്മൃതികള് അല്ലേ, ആരണ്യകങ്ങള്, ബ്രാഹ്മണങ്ങള്, ഇങ്ങനെ അനവധിയായിരിക്കുന്ന ഗ്രന്ഥങ്ങള്. അതേപോലെയുള്ള ഗ്രന്ഥങ്ങളാണ് പുരാണം. പുരാണവും മഹാപുരാണവും 5 ലക്ഷണങ്ങൾ ഒത്തുചേർന്നാൽ അതിനെന്ത് പറയും? പുരാണം എന്ന് പറയും. 10 ലക്ഷണം ഒത്തുചേർന്നാൽ അതിനെ പറയുന്ന പേരാണ് മഹാപുരാണം. അപ്പൊ നമ്മളെ ശ്രീമദ് ഭാഗവതം വായിക്കപ്പെടില്ലേ? ഈ ശ്രീമദ് ഭാഗവത്തെ അടുത്ത വരി എന്താ? മഹാപുരാണേ. ഇത് മഹാപുരാണാണ്. എന്താ ഈ മഹാപുരാണം? 10 എണ്ണങ്ങൾ, 10 ലക്ഷണങ്ങൾ ഒത്തുചേരണം. അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണം ഊതയ മന്യുന്തര ഈശാനുചരിതം നിരോധോ മുക്തി ആശ്രയ. ഇതാണ് 10 ഘടകങ്ങൾ. അത് ഓരോന്നും ഇപ്പൊ വിസ്തരിക്കണില്ല. ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊന്ന് ഓർമ്മിച്ചു വെച്ചാൽ ഈ 10 ലക്ഷണങ്ങളും ഒത്തിണങ്ങിയതിനെയാണ് മഹാപുരാണം എന്ന് പറയുക. അങ്ങനെ മഹാപുരാണങ്ങളായിട്ട് പറയുക 18 പുരാണങ്ങളെയാണ്. 18 പുരാണങ്ങൾ. അതിനർത്ഥം 18 പുരാണങ്ങളെ ഉള്ളൂ എന്നല്ല. ഈ 18 പുരാണങ്ങളൊന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയും. ആ 18 പുരാണങ്ങൾ പ്രധാനപ്പെട്ട ഒരു പുരാണമാണ് മാർക്കണ്ഡേയ പുരാണം. ഈ മാർക്കണ്ഡേയ പുരാണത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും അങ്ങനെ ഓടിച്ച് പറഞ്ഞത്. ഈ പുരാണങ്ങളിലൊക്കെ തന്നെ നിരവധിയായിരിക്കുന്ന ദേവസങ്കല്പങ്ങളെ, ദേവതാ സങ്കല്പങ്ങളെയൊക്കെ നമുക്ക് കാണാം. ഈ പുരാണങ്ങളിൽ അന്തർഗതമായിരിക്കുന്ന സ്തോത്രങ്ങളെയും നാമങ്ങളെയും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപാസിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും സ്ഥിരമായി ഉപാസിക്കുന്ന ഒരു നാമാവലിയാണ് ശ്രീ ലളിത സഹസ്രനാമം അല്ലെ? ശ്രീമാത, ശ്രീ മഹാരാജ്ഞി. ഇതൊരു പുരാണ അന്തർഗതമായിട്ടുള്ളതാ. ലളിതാ സഹസ്രനാമം ഏത് പുരാണത്തിലുള്ളതാ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ലളിതാ സഹസ്രനാമം ഏത് പുരാണത്തിൽ നിന്ന് എടുത്തതാണ്? ബ്രഹ്മാണ്ഡ പുരാണം. അതുകൊണ്ടാണ് അവസാനം നമ്മൾ പറയും ഇതി ശ്രീ ബ്രഹ്മാണ്ഡ പുരാണേ ഉത്തരഖണ്ഡേ ശ്രീ ഹയഗ്രീവ അഗസ്ത്യ സംവാദേ. അങ്ങനെയാണ് എന്ത് കിട്ടിയത്? ലളിതാ സഹസ്രനാമം കിട്ടിയത്. അപ്പൊ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ നിന്നാണ് ലളിതാ സഹസ്രനാമം എന്ന മുക്തിനെ കിട്ടിയതുപോലെ മാർക്കണ്ഡേയ പുരാണത്തിൽ നിന്നാണ് നമ്മൾ അനുസ്മരിക്കാൻ പോകുന്ന ദേവി മാഹാത്മ്യം എന്നൊരു ഗ്രന്ഥം കിട്ടിയത്. ഏതുപോലെ ഭഗവത്ഗീത ഇവിടെ നിന്ന് കിട്ടിയതാ. ഭഗവത്ഗീത സ്വതന്ത്രമായ കൃതിയൊന്നുമല്ല.
ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ ആദ്യത്തെ പ്രാർത്ഥനാ ശ്ലോകത്തിൽ തന്നെ പറയില്ലേ, ഒന്ന് ചൊല്ലി നോക്കൂ. പാർത്ഥായ പ്രതിബോധിതാം ഭഗവത നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാ പുരാണമുനിനാം മധ്യേ മഹാഭാരതം. ഭഗവത്ഗീത എവിടുന്ന് കിട്ടിയതാ? മധ്യേ മഹാഭാരത നടുവിൽ നിന്നിട്ട് പിടിച്ചെടുത്തതാണ് എന്ത്? ഭഗവത്ഗീത. അതുപോലെ തന്നെയാണ് മാർക്കണ്ഡേയ പുരാണത്തിൽ നിന്നും ലഭിച്ചതാണ് ദേവീ മാഹാത്മ്യം എന്ന് പറയുന്ന ഗ്രന്ഥം. അപ്പോ ദേവീ മാഹാത്മ്യം എവിടുന്ന് കിട്ടി എന്നതിന്റെ ചെറിയ ഒരു സൂചനയാണ് നമ്മൾ അനുസ്മരിച്ചത്. ഈ ദേവീ മാഹാത്മ്യത്തിന് എന്താണ് ഇത്ര പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, പണ്ട് കാലം തൊട്ടേ നമ്മുടെയൊക്കെ ജീവിതത്തില് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ദൈനംദിന ചിട്ടകളിലൊക്കെ ഈ ദേവി മഹാത്മ്യത്തിന് വലിയ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. കാരണം ഇതിലെ മന്ത്രങ്ങൾക്ക് പറയും മന്ത്രസിദ്ധിയുമുണ്ട്, തന്ത്രശക്തിയും ഉണ്ട്. സാധാരണ കൃതികളെ പോലെയല്ല. ദേവി മഹാത്മ്യത്തിലെ ശ്ലോകങ്ങൾ ഉച്ചരിച്ച് ദിവ്യമായ ഹോമങ്ങളൊക്കെ നടത്താൻ വരെ വിധി. പഴയ കാലത്ത് അങ്ങനെയൊക്കെയാണ്. നവാംഗപൂർവകം പാരായണമൊക്കെ ചെയ്യുമ്പോൾ വ്യത്യസ്തമായ പൂജാദ്രവ്യങ്ങളെ കൊണ്ട് ഓരോ ശ്ലോകവും ചൊല്ലിയിട്ട് ഹോമങ്ങളൊക്കെ നടത്തും. അപ്പൊ തന്ത്രശക്തിയും മന്ത്രസിദ്ധിയും ഒക്കെ ഉള്ള ഗ്രന്ഥമാണ് ദേവി മഹാത്മ്യം. അതുകൊണ്ട് തന്നെ ഇതിന് വെറും ഒരു ഗ്രന്ഥം എന്നതിലുപരി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചുരുക്കം പറഞ്ഞാൽ, പ്രസവമൊക്കെ കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 90 ദിവസമൊക്കെ അമ്മയ്ക്കും കുഞ്ഞിനൊക്കെ ചെറിയ അശുദ്ധിയൊക്കെ പറയും പഴയ കാലത്ത്, അല്ലേ? ഈ 90 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്മയും കുഞ്ഞും ആദ്യമായിട്ട് വീടിന് പുറത്തേക്ക് വരിക. അതിന് മുഹൂർത്തമൊക്കെ നോക്കൂ. അതിനൊരു പേരുമുണ്ട്. എന്താ? വാതിൽ പുറപ്പാട് എന്നാ പറയാ. 90 ദിവസം കഴിഞ്ഞ് അമ്മയും കുഞ്ഞും കൂടി കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് വീടിന് പുറത്തേക്ക് ആദ്യമായിട്ട് ഇറങ്ങും. എന്താ? പഴയ കാലത്ത് പ്രസവമൊക്കെ വീടിന്റെ ഉള്ളിൽ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങില്ല. ഇന്നിപ്പോ വീടിന് പുറത്തേക്ക് അകത്തേക്ക് വരലാണ് വളരെ കഷ്ടിയില്ലേ. സ്ഥിരം പുറത്തന്നെയാണ് 90 ആയാലും 10 ആയാലും 20 ആയാലും ഒക്കെ. അപ്പൊ നോക്കൂ, ഈ 90 ദിവസം കഴിഞ്ഞ് ആദ്യമായിട്ട് വാതിൽ പുറപ്പാട്. ഈ സമയത്ത് കുഞ്ഞിനെയും കൊണ്ട് അമ്മ പുറത്തിറങ്ങുമ്പോ ആ കുഞ്ഞിനെ ഇങ്ങനെ പൊതിഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ ദേവി മാഹാത്മ്യം ഗ്രന്ഥം കൂടി ഇങ്ങനെ കയ്യിൽ വെക്കും എന്നാണ്. എന്താ? നമുക്ക് പഴയ ചില സങ്കല്പങ്ങൾ, വിശ്വാസങ്ങളുണ്ട്. പക്ഷിപീഡ, പുള്ളുപീഡ എന്നൊക്കെ പറയും. പക്ഷികള്, മൃഗങ്ങള്, അല്ലേ? ഇവരുടെയൊക്കെ ഒരു എന്താ പറയുക നെഗറ്റീവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, പ്രതികൂലമായ ചില ശക്തികളൊക്കെ ഒരു പക്ഷേ ഈ കുഞ്ഞിനെ ബാധിച്ചേക്കും. അതൊക്കെ ഇല്ലാണ്ടിരിക്കാൻ ഒരു കവചമായി, ഒരു രക്ഷയായിട്ട് ദേവി മഹാത്മ്യത്തെ ഒപ്പം കൊണ്ട് നടക്കും. അതുപോലെയാണ് ദൂരയാത്ര ചെയ്യുന്ന ആളുകൾ. ഇന്നത്തെ പോലെ നമുക്ക് അല്ലെ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. വാഹനം യാത്ര അല്ലെങ്കിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഒരു പക്ഷെ കാടും പുഴയും മേടും ഒക്കെ കടന്നു പോകണം. അപ്പോ വന്യമൃഗങ്ങൾക്ക് ഉപദ്രവമില്ലാതിരിക്കാൻ, കള്ളന്മാർക്ക് ഉപദ്രവമില്ലാതിരിക്കാൻ, കാലാവസ്ഥ പ്രതികൂലമാവാതിരിക്കാൻ, ഈ യാത്ര ശുഭകരമായിട്ട് സമാപിക്കാനൊക്കെ വേണ്ടി ഈ യാത്ര പുറപ്പെടുന്ന ആളെന്ത് ചെയ്യും? തന്റെ മറ്റു കാര്യങ്ങൾക്ക് കൂടെ ദേവി മഹാത്മ്യത്തെയും കയ്യിൽ പിടിക്കും. അതൊരു ശക്തിയാണ്, ഒരു രക്ഷയാണ്. ഇത്രയൊന്നും പറയണ്ട. ഒരു വരികൾ ചൊല്ലിയാൽ നിങ്ങൾ എന്റെ കൂടെ ചൊല്ലിയാൽ മതി. കണ്ടാലെത്ര കഷ്ടമെത്രയും മൂഷിഞ്ഞ കുണ്ടു തറ്റുടുത്തിട്ടുത്തരിയവുമിട്ട് മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും. ഏതാപ്പി മുഖ്യമായ പുസ്തകം? ദേവിമാർ. അപ്പൊ സുധാമാവ് ഭഗവാനെ കാണാൻ പോകുമ്പോ അറിയില്ലല്ലോ എവിടെയാ ദ്വാരകാന്നൊക്കെ. അപ്പൊ ആ യാത്ര സുഖമായിട്ട് എത്തിച്ചേരാൻ വേണ്ടി ദേവി മാഹാത്മ്യം വിൽക്കുകയും മാത്രമല്ല അല്ലേ, മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും, ഇത് രണ്ടും കൂടി ചേർത്തുകൊണ്ടാണ് അദ്ദേഹം ആ യാത്ര പുറപ്പെടുന്നതിന് പറഞ്ഞത്. ഇത്രയൊക്കെ ശക്തിവിശേഷമുള്ളതാണ് ദേവി മഹാത്മ്യം. ഇതൊരു ആമുഖം മാത്രം. ഇത് നമുക്ക് ആ ദേവി മഹാത്മ്യത്തിന് ഉള്ളിലേക്കൊന്ന് വരാം. എങ്ങനെയാണ് ഈ ദേവി മഹാത്മ്യം നമുക്ക് കിട്ടുന്നത്? വ്യാസഭഗവാൻ, കുറേ പുറകിലേക്ക് പോകണം. വ്യാസഭഗവാൻ അദ്ദേഹം വേദങ്ങളൊക്കെ പകുത്തു, അല്ലേ? അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് പേര് കിട്ടിയത്? വേദവ്യാസൻ എന്നുള്ള പേരൊക്കെ കിട്ടിയത്. ശരിക്കും അച്ഛനും അമ്മയുടെ പേരെന്താ? കൃഷ്ണനല്ല.
വേദവ്യാസന്റെ യഥാർത്ഥ പേര്, അച്ഛനും അമ്മയും വെച്ച പേര് കൃഷ്ണൻ. അദ്ദേഹം ജനിച്ചതും വളർന്നതും ഒക്കെ ദ്വീപിലായതുകൊണ്ട് ദ്വൈപായനൻ അടുത്ത പേര്. ഇപ്പൊ എത്ര പേര്? 2 പേരായിട്ടു. ഇത് രണ്ടും കൂടി ചേർത്ത് മൂന്നാമത്തെ പേര് കൃഷ്ണദ്വൈപായൻ, മൂന്നാമത്തെ പേരായേ. പിന്നെയോ പരാശര മഹർഷിപുത്രനായതുകൊണ്ട് പാരാശര്യൻ. പോരാ, ബദരിയിലെ ബദരവനങ്ങളുടെ ഇടയിലാണ് അദ്ദേഹം തപസ് ചെയ്തത്, അതുകൊണ്ട് ബാദരായണൻ. നോക്കൂ, ഇങ്ങനെ അനവധി പേരുകളുണ്ട്. ഇതൊക്കെ കഴിഞ്ഞാണ് അദ്ദേഹം വേദത്തെ വ്യസിച്ചത്, പകുത്തത്. അപ്പൊ ഒരു പേര് കൂടി കിട്ടി, വേദവ്യാസൻ. ഇപ്പൊ കൃഷ്ണൻ എന്ന് പറഞ്ഞാലും ദ്വൈപായൻ എന്ന് പറഞ്ഞാലും കൃഷ്ണദ്വൈപായൻ എന്ന് പറഞ്ഞാലും പരാശരി എന്ന് പറഞ്ഞാലും ബാദരായണൻ എന്ന് പറഞ്ഞാലും ഇതൊക്കെ വേദവ്യാസൻ തന്നെ. ഈ വേദം 4 പകുത്ത് 4 ശിഷ്യന്മാരെ അദ്ദേഹം പഠിപ്പിച്ചു. പൈലൻ, ജൈമിനി, വൈശമ്പായനൻ, സുമന്തു, ഇങ്ങനെ 4 ശിഷ്യന്മാര് 4 പേർക്കും 4 വേദങ്ങളൊക്കെ പഠിപ്പിച്ച് ഈ വേദങ്ങൾ പ്രചരിപ്പിക്കാൻ അവരെ നിയോഗിച്ചു. അത് ജൈമിനി എന്ന് പറയുന്ന മഹർഷിക്കാണ് സാമവേദത്തെയൊക്കെ ഉപദേശിച്ചത്. ആ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല, ആ കഥ പിന്നെയും കുറെ മുന്നോട്ട് പോവാണ്. എന്തായാലും വ്യാസ ശിഷ്യനായിരിക്കുന്ന ജൈമിനി മഹർഷി ഒരിക്കൽ മാർക്കണ്ഡേയ മഹർഷിയോട് ചില സംശയങ്ങളൊക്കെ ചോദിച്ചു. കഥയും കഥാപാത്രങ്ങളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണേ. മാർക്കണ്ഡേയ മഹർഷിയോട് ചില സംശയങ്ങളൊക്കെ ചോദിച്ചു. ഇദ്ദേഹം പറഞ്ഞു, ഇത് പറഞ്ഞു തരാൻ എന്നേക്കാളും നല്ലത് അങ്ങ് നേരെ ഇവിടുന്ന് ചെല്ലാം. വിന്ധ്യാപർവ്വതമാണ് നേരെ മുമ്പിൽ കാണുന്നത്. ആ വിന്ധ്യാചല പർവ്വതത്തിന്റെ ഉള്ളിൽ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയുടെ ഉള്ളില് 4 പക്ഷികൾ ഇരിക്കുന്നുണ്ട്. ആ 4 പക്ഷികളോട് ചോദിക്കും, അവര് കൃത്യമായിട്ട് അങ്ങേക്കുള്ള ഉത്തരങ്ങളൊക്കെ പറഞ്ഞു തരും. ഇത് കേട്ടപ്പോ വലിയ സംശയമായി. എങ്ങനെയായി പക്ഷികൾക്കൊക്കെ ഇത്രയധികം വിവരമുണ്ടാവുക, ജ്ഞാനുണ്ടാവുക, അറിവുണ്ടാവുക? മാത്രമല്ല അവരൊരു സാധാരണ പക്ഷികളാവില്ല എന്ന് ഉറപ്പാണ്. ഇവിടെ പേരൊക്കെ പറയൂട്ടോ, പിങ്കാക്ഷൻ, വിബോധൻ, സുപുത്രൻ, സുമുഖൻ എന്നാണ് 4 പേര്. ധർമ്മ പക്ഷികൾ എന്നൊക്കെയാണ് അവര് പറയുക. അപ്പൊ എങ്ങനെയാണ് ഇവർക്ക് ഈ ജ്ഞാനുണ്ടായത് എന്ന് ഒരു സംശയം ഉണ്ടായിരുന്ന, സംശയം എന്നല്ല പറയേണ്ടത്, ഒരു ജിജ്ഞാസ ഉണ്ടായിരുന്ന. ജിജ്ഞാസയും സംശയം തമ്മിലുള്ള വ്യത്യാസം, ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹമാണ്, സംശയം അങ്ങനെയല്ല. നമുക്ക് വേണ്ടത് എന്താ? സംശയത്തെക്കാൾ കൂടുതൽ നമുക്ക് ആവശ്യം എന്താ? ജിജ്ഞാസയാണ്, അറിയാനുള്ള ആഗ്രഹം. അപ്പൊ അങ്ങനെ എങ്ങനെയാണ് ഇവർ ഇത്ര അറിവുള്ളവരായി മാറിയത് എന്നിവിടെ പറഞ്ഞു കൊടുക്കണം. ഈ പക്ഷി എന്നുള്ള വാക്കിന് തന്നെ വാസ്തവത്തിൽ ജ്ഞാനുള്ള ആള് എന്നർത്ഥം. ഇപ്പൊ നിങ്ങൾ രാമേശ്വരമൊക്കെ പോയി കഴിഞ്ഞാൽ പിതൃക്രിയകളൊക്കെ ചെയ്യിച്ചു തരുന്ന പുരോഹിതനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരെന്താ പറയാ? പക്ഷി എന്നാവും. ഇനി പോകുമ്പോൾ ശ്രദ്ധിക്കുക അല്ലെ, പേരിന്റെ കൂടെ എന്തുണ്ടാവും? പക്ഷി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ പക്ഷിയായി. ജ്ഞാനുള്ള ആൾക്ക് പറയുന്ന പേരാണ് പക്ഷി. കോട്ടെ, ശ്രീശുഖ ബ്രഹ്മർഷി തത്തയുടെ സ്വരൂപന്നല്ലേ പറയാ. അപ്പൊ ശ്രീശുഖനാരാ? പക്ഷി സ്വരൂപമാണ്. സരസ്വതി ദേവിയുടെ കയ്യിൽ എന്തിരിക്കണോ? ഒരു പക്ഷി ഇരിക്കണു അല്ലേ? ആ ദേവിയുടെ കയ്യിലിരിക്കുന്ന ആ പൈങ്കിളിയെ കൊണ്ടാണ് തുഞ്ചത്താചാര്യൻ കിളിപ്പാട്ട് മുഴുവൻ അടിച്ചത്. അപ്പൊ അങ്ങനെയുള്ള പക്ഷി, വാക്കിന്റെ അർത്ഥം തന്നെ ജ്ഞാനമുള്ളയാള് എന്നാണ്. എന്തായാലും ഈ ജൈമിനിയുടെ സംശയം മാർക്കണ്ഡേയ മഹർഷി പറയുന്നു. മറ്റൊരു കഥയിലേക്ക് പോവാണ്. എന്താ ചോദ്യം? ശ്രദ്ധിക്കണേ. ഈ പക്ഷികൾക്ക് എങ്ങനെയാണ് ഇത്ര വിവരം ഉണ്ടായത്? പറഞ്ഞു കൊടുക്കുകയാണ്. ഒരിക്കൽ നാരദ മഹർഷി ഇന്ദ്രസദസ്സിലേക്ക് എത്തിച്ചേർന്നു എന്ന്. നാരദ മഹർഷിയെ വളരെ സന്തോഷത്തോടുകൂടി ദേവേന്ദ്രൻ സ്വീകരിച്ചു. അപ്പൊ നമുക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, നമ്മുടെ വീട്ടിലേക്ക് അതിഥികളൊക്കെ വന്നാൽ നമുക്ക് എന്താണോ ഏറ്റവും ഇഷ്ടം അതാണ് അവർക്ക് കൊടുത്ത് സൽക്കരിക്കുക അല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണോ ആ ഭക്ഷണമാണ് വരുന്ന അതിഥികൾക്ക് നമ്മൾ തയ്യാറാക്കുക. അപ്പൊ അതുപോലെ നമ്മുടെ ഒരു അഭിരുചിക്ക് അനുസരിച്ചിട്ടാണ് അതിഥിയെ സ്വീകരിക്കുക. ദേവേന്ദ്രന്റെ അഭിരുചി എന്താ? നന്നായിട്ട് നൃത്തമൊക്കെ കാണുക അല്ലേ, നല്ല പാട്ടൊക്കെ കേൾക്കുക. നാരദ മഹർഷി വന്നപ്പോ സ്വീകരിച്ച് ഇരുത്തിയിട്ട് പറഞ്ഞു, അല്പസമയം നമുക്ക് നല്ല നൃത്തമൊക്കെ കണ്ടാലോ. നാരദ മഹർഷിക്ക് നൃത്തം കാണാൻ വലിയ താല്പര്യമുള്ള ആളൊന്നുമല്ല, പക്ഷെ അതിഥി സൽക്കാരത്തെ സ്വീകരിക്കണ്ടേ, അതുകൊണ്ട് പറഞ്ഞു ആട്ടെ നൃത്തം കാണാം. അപ്പൊ
ചോദിച്ചു, ആരാ വിളിക്കേണ്ടത്? രംഭയുണ്ട്, ഉർവശിയുണ്ട്, തിലോത്തമയുണ്ട്. അപ്പൊ നാരദ മഹർഷി പറഞ്ഞത്രേ, ഇവര് മാത്രമേ ഉള്ളൂ, അല്ല, അനേകായിരം അപ്സര സ്ത്രീകൾ ഇവിടെ ഉണ്ട്. എന്നാൽ എനിക്ക് സമയം അധികം കളയാനില്ല. അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് നൃത്തം വെക്കാൻ കഴിവുള്ളത് ആരാണോ, ഏറ്റവും സൗന്ദര്യത്തോടു കൂടി, ഏറ്റവും ലാസ്യഭാവത്തോടു കൂടി നൃത്തം വെക്കാൻ കഴിവുള്ളവൾ ആരാണോ അവളുടെ നൃത്തം മാത്രം എനിക്ക് കണ്ടാൽ മതി, എല്ലാവരുടെ നൃത്തമൊന്നും കാണണ്ട. ഇത് പറയേണ്ട താമസം അവിടെ അടി തുടങ്ങിയെന്ന ആരുടെ ഇടയിൽ? അപ്സര സ്ത്രീകളുടെ ഇടയിൽ. ആർക്കാണ് നന്നായിട്ട് നൃത്തം വെക്കാൻ കഴിയുക, ആർക്കാണ് ഏറ്റവും സൗന്ദര്യമുള്ളത്? ബഹളായി. ഞാനാണ് ഏറ്റവും നന്നായിട്ട് ഡാൻസ് ചെയ്യുക, അല്ല എനിക്കാണ് സൗന്ദര്യം. ഈ ബഹളം അങ്ങനെ കൂടി 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 വന്നപ്പോ നാരദ മഹർഷി പറഞ്ഞു, ഞാനല്ലേ ഇപ്പൊ ഇതിന് തുടക്കട്ട ആള്, എന്ത് ഇങ്ങനെ ഒരു കലഹത്തിന് കാരണം ഞാനല്ലേ, പോംവഴി ഞാൻ തന്നെ പറയാം. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി നൃത്തം ചെയ്യുക, ആർക്കാണ് ഏറ്റവും സൗന്ദര്യം? ഇതിനൊരു പരീക്ഷയുണ്ട്. എന്താ പരീക്ഷ? ഇവിടെ അടുത്ത് ദുർവാസാവ് മഹർഷി തപസ് ചെയ്യുന്നുണ്ട്. കേൾക്കണേ, നല്ല ശ്രദ്ധയ്ക്കാ വിടണത് അല്ലേ? ദുർവാസാവ് മഹർഷി തപസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ ചെല്ലുക. എന്നിട്ട് ആർക്കാണോ നൃത്തം ചെയ്ത് അദ്ദേഹത്തിന്റെ തപസ് ഇളക്കാൻ പറ്റുന്നത് അവളാണ് കൂട്ടത്തിൽ ഏറ്റവും കേമിയായിട്ടുള്ള ആള്. ദുർവാസാവിന്റെ തപസ് ഇളക്കുക എന്നതാണ് ടാസ്ക് അല്ലേ? ഇത് കേട്ടപ്പോ കുറച്ച് ബുദ്ധിയിൽ അതിൽ അപ്സര സ്ത്രീകൾ പറഞ്ഞു, ഞങ്ങൾ പിൻവാങ്ങുകയാണ്, ഞങ്ങൾക്കുള്ള സൗന്ദര്യവും ഡാൻസൊക്കെ മതി, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. പക്ഷെ കൂട്ടത്തിൽ വപു എന്ന് പറയുന്ന അപ്സര സ്ത്രീ പറഞ്ഞത്രേ, ഞാനൊന്ന് പോയി നോക്കട്ടെ, എനിക്കാണ് ഏറ്റവും നന്നായിട്ട് നൃത്തം വയ്ക്കാൻ കഴിയുക. അങ്ങനെ വപു എന്ന് പറയുന്ന അപ്സരസ് ആ ദൗത്യത്തെ ഏറ്റെടുത്തു. അവിടെ ചെന്ന് ദുർവാസാവ് മഹർഷി തപസ് ചെയ്യുന്ന സ്ഥലത്തെത്തി ഈ മഹർഷിയുടെ തപസ് അല്ലെ അത് നടത്താൻ വേണ്ടി നൃത്തം വെക്കാൻ തുടങ്ങി. പോരാ, പാട്ടും സ്വയം പാടി. അന്നത്തെ പോലെ കരോക്കെ ഇട്ടിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല, രണ്ടും ഒപ്പം വേണം, പാട്ടും വേണം ആട്ടവും വേണം. അപ്പൊ ആട്ടവും പാട്ടും രണ്ടും അതിമനോഹരായിട്ട് ഇവള് അവിടെ അവതരിപ്പിച്ചു. ദുർവാസാവ് മഹർഷി കണ്ണു തുറന്നു. തന്റെ മുമ്പില് അതിസുന്ദരിയായ ഒരു പെൺകുട്ടി നന്നായിട്ട് പാടണമുണ്ട്, നന്നായിട്ട് നൃത്തം വെക്കണമുണ്ട്. ഇവിടെ പറയും, മയിലിനെ പോലെ ആടുകയും കുയിലിനെ പോലെ പാടുകയും ചെയ്തു അല്ലേ? അപ്പൊ കുയിലിനെ പോലെ പാടണമുണ്ട്, മയിലിനെ പോലെ ആടണമുണ്ട്. ദുർവാസാവ് മഹർഷി പറഞ്ഞു, നീ ഇപ്പൊ ചെയ്ത രണ്ടും പക്ഷികൾ ചെയ്യണ പ്രവൃത്തിയാണ് അല്ലെ? കുയിലും പക്ഷിയാണ്, മയിലും പക്ഷിയാണ്. അതുകൊണ്ട് നീ ഒരു 16 വർഷം പക്ഷിയായി പോകട്ടെ. കഥയൊക്കെ വളരെ ചമൽക്കാര സമ്പുല്ലായിട്ട് പറയേണ്ടതാണ്, അതിനെ ഓടിച്ചു പോവാട്ടോ സമയപരിമിതി കൊണ്ട്. അപ്പൊ മയിലും കുയിലും ചേർന്നത് കൊണ്ട് നീ അതുപോലെ ആരായിത്തീരട്ടെ, ഒരു പക്ഷിയായിത്തീരട്ടെ. മാത്രമല്ല, നിനക്ക് 4 മക്കൾ ഉണ്ടാവും. മക്കൾ ഉണ്ടായ ഉടനെ നീ മരിക്കുകയും ചെയ്യും. എന്തൊക്കെ ദുർവാസാവ് മഹർഷി ഇങ്ങനെയൊക്കെ ശപിക്കാൻ കാരണം? വിചിത്രമായ ശാപാണ് അല്ലേ? 16 വർഷം ഇങ്ങനെ ആവട്ടെ, മക്കളുണ്ടായ ഉടനെ മരിക്കട്ടെ, 4 മക്കൾ ഉണ്ടാവട്ടെ. അപ്പൊ അത് അനുഗ്രഹമാണോ ശാപമാണോ? ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു അനുഗ്രഹവുമാണ്, അതേസമയം ഇതൊരു ശാപവും. അപ്പൊ എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ പറഞ്ഞില്ലേ, ഈ നാരദ മഹർഷി ചെയ്യണത് മുഴുവൻ എന്തിനു വേണ്ടിയിട്ടാണ്? എന്തോ ശ്രദ്ധിക്കണേ. പുരാണ കഥകളൊക്കെ ഉപരിപ്ലവമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും നാരദ മഹർഷി അല്ലേ, നാരദ മഹർഷി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള സങ്കല്പം എന്താ? ഏഷണിക്കാരനാണ് അല്ലെ, കലഹപ്രിയരാണ്, പരസ്പരം വഴക്കുണ്ടാക്കുന്ന ആളാണ്. പക്ഷെ നോക്കൂ, എന്തു വഴക്കും ഒക്കെ ഉണ്ടാക്കിയാലും അതിലൂടെ അദ്ദേഹം എന്ത് ചെയ്യും? ഒരു ജീവനെയെങ്കിലും ഉദ്ധരിക്കാനുള്ള ഒരു രഹസ്യ അജണ്ട അതിന്റെ പുറകിലുണ്ടാവും. ഇപ്പൊ പ്രഹ്ലാദകുമാരനെ വിദ്യ ഉപദേശിച്ചത്, ധ്രുവകുമാരനെ മോക്ഷപദവിയിലേക്ക് എത്തിച്ചതൊക്കെ ആരാ? ഈ ഒരൊറ്റ നാരദ മഹർഷിയാണ്. അപ്പൊ നാരദ മഹർഷിക്ക് ഇതിന്റെ പുറകിലുള്ള ഉദ്ദേശം, ഇംഗിതം മനസ്സിലാക്കിയത് കൊണ്ടാണ് ദുർവാസാവ് മഹർഷിയെ ശാപം ശപിച്ച് തുറന്ന് നമുക്ക് വരാം, അവിടേക്ക് എത്താം. ഇതിനധികം ഈ വപു ഉടനെ ഒരു പക്ഷിയായിട്ട് മാറി. ആ പക്ഷിയുടെ പേര് താക്ഷി എന്നാണ്. താക്ഷി. ഈ താക്ഷി എന്ന് പറയുന്ന പക്ഷി ദ്രോണർ എന്ന് പറയുന്ന, മഹാഭാരത ദ്രോണരല്ല, ദ്രോണർ എന്ന് പറയുന്ന മറ്റൊരു പക്ഷിയെ വിവാഹം ചെയ്തു. അങ്ങനെ കുറച്ചു കാലമൊക്കെ കഴിഞ്ഞു. ദ്രോണരിൽ നിന്നും താക്ഷി എന്ന് പറയുന്ന ഈ പക്ഷി ഗർഭം ധരിച്ചു.
അങ്ങനെ ഗർഭം അങ്ങനെ കുറച്ച് ആയി, ഏതാണ്ട് ഒരു 3-3.5 മാസം പ്രായമായി. ഈ ഗർഭിണികളായ അമ്മമാരാകാൻ പോകുന്ന സ്ത്രീകൾക്ക് ചെറിയ ചില കൗശലങ്ങളൊക്കെ ഉണ്ട്. എന്താ, അന്ന് ഏറ്റവും അനുകൂലമായ സാഹചര്യം. എല്ലാവരും പറയും അവളിപ്പോ ഇങ്ങനെ ഇരിക്കല്ലേ, അവളുടെ മനസ്സൊരിക്കലും വിഷമിക്കാൻ പാടില്ല, എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും സാധിച്ചു കൊടുക്കണം. അപ്പോ ഓരോ ആഗ്രഹമായിട്ട് പറയും. ഇത് നല്ല ട്രക്കാണ് അല്ലേ, നിസാരം മസാല ദോശയിൽ നിന്നാണ് തുടങ്ങുക, പിന്നെ അത് എവിടെ ചെന്നാൽ നിൽക്കാന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ അനവധിയായ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് സാധിക്കും. എന്നാൽ ഇവർ ആഗ്രഹം പറഞ്ഞാൽ കുടുംബക്കാര് മുഴുവൻ അവളുടെ ഒപ്പം നിൽക്കുക. അവള് ഗർഭിണിയായിരിക്കണം, അവളുടെ സന്തോഷമാണ് പ്രധാനം, അതുകൊണ്ട് അവൾക്ക് വേണ്ട പരിഗണന കൊടുക്കണം. ഇതൊരു തക്കം എന്ന് വിചാരിച്ച താക്ഷി പറഞ്ഞു, ശ്രദ്ധിക്കണേ, 3.5 മാസം ഗർഭിണിയാണ്. പറഞ്ഞു, ഇപ്പൊ മഹാഭാരത യുദ്ധം നടക്കുന്ന സമയം, എനിക്ക് ആ മഹാഭാരത യുദ്ധം ഒന്ന് നേരിട്ടിട്ട് കാണണം, നല്ല ആഗ്രഹം. ദ്രോണന് പറഞ്ഞു, ഈ യുദ്ധമൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ അത്ര സന്തോഷകരമായ ഒരു കാഴ്ചയൊന്നുമില്ല. അത് വളരെ ബീഭത്സമായ, വളരെ ഭീതിതമായ, പേടിപ്പെടുത്തുന്ന, അല്ലെ, മനസ്സുമെടുക്കുന്ന കാഴ്ചയാണ്. ഈ സമയത്ത് പ്രത്യേകിച്ച് അതൊന്നും പോയിട്ട് കാണാൻ പാടില്ല, അല്ലെ. ഇപ്പൊ യുദ്ധം കണ്ട ആസ്വദിക്കാൻ നമുക്ക് കഴിയൂ. തല ഇറക്കുന്നതും കൈ വെട്ടുന്നതും, അല്ലെ, കൊല്ലുന്നതൊന്നും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. പക്ഷെ സാക്ഷി പറഞ്ഞല്ല, എനിക്ക് എന്തായാലും ഇത് കണ്ടേ പറ്റൂ, ഇനി അങ്ങ് വരുന്നില്ലെന്ന് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് മഹാഭാരത യുദ്ധം കാണാം. അങ്ങനെ പറന്നുയർന്നു കുരുക്ഷേത്ര. ഇതൊക്കെ ഒന്ന് മനസ്സിൽ സങ്കല്പിക്കണേ, കുരുക്ഷേത്ര ഭൂമിയിൽ അതിഗംഭീരമായ യുദ്ധം നടക്കണു. ഏറ്റവും മുകളിൽ ഇങ്ങനെ പറന്ന് ആ യുദ്ധത്തെ ഇങ്ങനെ കണ്ടു. അപ്പൊ എന്താ നടക്കണത്? അർജുനനും ഭഗദത്തനും തമ്മിലുള്ള യുദ്ധം നടക്കുക. കുറെ നേരം മുകളിൽ ഇങ്ങനെ പറന്നു നിന്ന് കണ്ടപ്പോ ഗർഭിണി കൂടിയാണല്ലോ, ചിറകൊക്കെ കുറച്ച് കുറയുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പൊ അവള് വിചാരിച്ചു കുറച്ചുകൂടി താഴത്തേക്ക് എത്തിയാൽ നല്ലോണം കാണാം. അങ്ങനെ താഴത്തേക്ക് വന്ന് അർജുനന്റെ രഥത്തിന്റെ ആ വെൺകൊറ്റക്കൊടയുടെ മുകളിൽ ഇങ്ങനെ തൽക്കാലം അവിടെ ഇരുന്നു. അതിഗംഭീരമായ യുദ്ധം നടക്കുക. അർജുനൻ സവ്യസാചിയാണ്, അല്ലേ, 8 ദിക്കിലേക്കും ഒരുപോലെ ആയുധം അസ്ത്രം പ്രയോഗിക്കാൻ കഴിവുള്ള ആളാ. എന്തിനധികം പറയണു, ഈ യുദ്ധത്തിനിടയിൽ ഒരസ്ത്രം ഈ മുകളിലിരിക്കുന്ന താക്ഷിയുടെ വയറിൽ ചെന്ന് കൊണ്ടു. അവളുടെ വയറ് പിളർന്നു. അതോടുകൂടി താക്ഷി മരിച്ചു. പക്ഷെ എന്തുണ്ടായി? വയറ് പിളർന്നപ്പോൾ ആ വയറിലുണ്ടായിരുന്ന 4 മുട്ടകൾ നേരെ താഴത്തേക്ക് വീണു. ആലോചിച്ച് നോക്കണേ, ഇത്രയും മുകളിൽ നിന്ന് 4 മുട്ടകൾ താഴത്തേക്ക് വീണ് എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കാനൊക്കെ പൊട്ടിച്ചതറും. പക്ഷേ ഇതെവിടേക്കാത്രേ വീണത്? താഴെ മരിച്ചു കിടക്കുന്ന അളിഞ്ഞു തുടങ്ങിയ ഒരു ശവശരീരത്തിന്റെ ഉള്ളിലേക്കാണ് അത്രയും 4 മുട്ടകളും വീണത്. അപ്പൊ അതിന് കേടുകളൊന്നും പറ്റിയില്ല, നല്ല സ്പോഞ്ച് ബെഡിലേക്ക് വീണതുപോലെയായി. അപ്പോൾ തന്നെ മറ്റൊരു കാര്യം ഉണ്ടായി. എന്താ? ഭീമസേനൻ അപ്പുറത്ത് യുദ്ധം ചെയ്യുന്നുണ്ട്. ഭീമസേനൻ യുദ്ധം ചെയ്യുന്ന സമയത്ത് സുപ്രതീകം എന്ന പേരായ ഒരു ആനയുണ്ട് കൗരവപക്ഷത്തില്. ആ ആനയെ ലക്ഷ്യമാക്കി ആയുധപ്രയോഗം നടത്തി. ആ ആനയുടെ കഴുത്തിൽ കെട്ടിയ വലിയൊരു ഓടുകൊണ്ടുണ്ടാക്കിയ വലിയൊരു കൊടമണിയുണ്ട്. ആ കൊടമണിയറ്റ് താഴത്തേക്ക് വീണു. അദ്ദേഹം സങ്കല്പിക്കണേ, അത് എവിടെ വീണു എന്നറിയോ? ഈ ശവശരീരത്തിന് മുകളിൽ ഈ പറയുന്ന താക്ഷിയുടെ മുട്ടകൾ വീണതിന് മുകളിൽ ഇത് ഒരു കവചം പോലെ, അല്ലെ, നമ്മളതിനെ അടച്ചു വെച്ചതുപോലെ. ചുരുക്കം പറഞ്ഞാൽ ആ മഹായുദ്ധഭൂമിയില് ആ 4 മുട്ടകളും വളരെ ഭംഗിയായിട്ട് സംരക്ഷിക്കപ്പെട്ടു. ഇവിടെയാണ് പറയുക, അരക്ഷിതം തിഷ്ഠതി ദൈവരക്ഷിതം സുരക്ഷിതം ദൈവഹതം വിനശ്യതി എന്നർത്ഥം. അരക്ഷിതം തിഷ്ഠതി ദൈവരക്ഷിതം. ആരും രക്ഷിക്കാനില്ല എന്ന് വിചാരിക്കുന്നത് ഭഗവാന്റെ നിയോഗമുണ്ടെങ്കിൽ ദൈവരക്ഷിതം വളരെ ഭംഗിയായി രക്ഷിക്കപ്പെടും. തിരിച്ചുണ്ട്, സുരക്ഷിതം ദൈവഹതം വിനശ്യതി. ഇത് സുരക്ഷിതമാണെന്ന് വിചാരിച്ച് 10 പൂട്ടക്കെട്ട് പൂട്ടിയാലും ശരി, ഭഗവാൻ മറിച്ച് ചിന്തിച്ചാൽ അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട്, അല്ലെ, ഇപ്പൊ സുനാമിയും പ്രളയവും ഒക്കെ വന്നപ്പോ എത്രയോ ആളുകൾ ജീവനും സ്വത്തൊക്കെ നഷ്ടപ്പെട്ടു. സുരക്ഷിതം ദൈവഹതം വിനശ്യതി. എന്താ ഉണ്ടായത്? ആ മഹാഭാരത യുദ്ധം കഴിയുന്നത് വരെ ഈ ഓട്ടുമണിക്ക് അടിയിൽ ഈ മുട്ടകളൊക്കെ വളരെ സുരക്ഷിതമായിട്ട്. മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞു. മറ്റൊരു രംഗം ശ്രദ്ധിക്കുക. ഈ സമയത്താണ്
10ാമത്തെ ദിവസം മഹാഭാരത യുദ്ധം നടക്കുക. 10ാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? മഹാഭാരത യുദ്ധത്തിൽ 10ാമത്തെ ദിവസമാണ് ഭീഷ്മ പിതാമഹൻ അർജുനന്റെ ശരങ്ങളേറ്റ് ശരശയ്യയിലാവണത്. സ്വച്ഛന്ത മൃത്യു ആ ഭീഷ്മര്. എന്താ സ്വച്ഛന്ത മൃത്യു പറഞ്ഞാൽ? അദ്ദേഹത്തിന് എപ്പോഴാ തോന്നുന്ന വെച്ചാൽ അപ്പോഴേ ജീവൻ പോകും. അദ്ദേഹം വിചാരിച്ചു ഇത് ദക്ഷിണായന കാലാണ്, ഉത്തരായന കാലം വന്നാലേ മോക്ഷമുള്ളൂ, അതുകൊണ്ട് എന്ത് ചെയ്യാം, ഉത്തരായണ കാലം വരെ കാത്തിരുന്നു. എത്ര ദിവസമായെന്നറിയോ? 52 ദിവസമായി. ശ്രദ്ധിക്കണേ, 52 ദിവസം. എവിടെ കിടക്കണു? ശരശയ്യയിൽ കിടക്കണു. ഒന്ന് ഇളകുകയോ മറിയുകയൊക്കെ ചെയ്താൽ ഈ അമ്പുകൾ അങ്ങനെ തുളച്ചു കയറുമില്ലേ? അങ്ങനെ മരണസമയം അടുത്തപ്പോൾ അദ്ദേഹത്തിന് മോഹം ഉത്തരായനായി. ഇനി തനിക്ക് വേദന സഹിച്ച് കിടക്കേണ്ടതില്ല, ജീവൻ വെടിയണം. പക്ഷെ ഒരാഗ്രഹമുണ്ട്. എന്താ അത്? ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. ആ ജീവൻ വെടിയണ സമയത്ത് ഭഗവത് സ്മരണയോടുകൂടി മരിക്കുക. മരണമണി മുഴങ്ങും നേരമന്മാരുദേശ കരുണ വഴിയുമാറും നീക്ഷണം നൽകിടേണേ. മരണമണി മുഴങ്ങും നേരം എൻ മാരുദേശ കരുണ വഴിയുമാറും നീക്ഷണം നൽകിടേണേ. ആ മരണമണി മുഴങ്ങണ സമയത്തെങ്കിലും ഭഗവാനെ അവിടുത്തെ ഒരു നോട്ടം അടിയിലുണ്ടാവണം. അവിടെ കടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു ഭീഷ്മർ. അവിടുത്തെ കാരുണ്യം കൊണ്ട് അവിടുന്ന് ഒന്ന് ഇങ്ങോട്ട് എഴുന്നള്ളി വന്നാൽ അവിടുത്തെ തിരുമുഖം കണ്ട് ഈ ജീവനെ വെടിയായിരുന്നു അത് മനസ്സിലാക്കി ഭഗവാൻ എന്നാണ്. യുധിഷ്ഠിരനെ നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാൻ ഭീഷ്മരെ അനുഗ്രഹിക്കാൻ വേണ്ടി എഴുന്നള്ളി. ഈ യുധിഷ്ഠിരന്റെ അവസ്ഥ എന്താ? മഹാഭാരത യുദ്ധത്തിന് മുമ്പും പിമ്പും ഉറങ്ങാത്ത ഒരേ ഒരു മനുഷ്യൻ യുധിഷ്ഠിരനാണ്. അതിന് കാരണക്കാരനാരാ? കർണൻ. മഹാഭാരത യുദ്ധത്തിന് മുമ്പ് യുധിഷ്ഠിരയുടെ വിഷമം എന്താന്ന് വെച്ചാൽ മറ്റുള്ളവരൊക്കെ എങ്ങനെങ്കിലും ജയിക്കാം, ഭീഷ്മരും ദ്രോണരൊക്കെ ജയിക്കാം, പക്ഷെ എങ്ങനെ ഈ കർണനെ തോൽപ്പിക്കും? ഒരു വിധത്തിൽ കർണനെയൊക്കെ വധിച്ചു. അപ്പോഴാ മനസ്സിലായത് ഈ കർണൻ ആരാ? തന്റെ മൂത്ത ജ്യേഷ്ഠനാണ്. അപ്പൊ യുദ്ധത്തിന് മുമ്പും കർണനാണ് ഉറക്കം കെടുത്തിയത്, യുദ്ധത്തിന് ശേഷവും കർണനാണ്. ഈ സമയത്താണ് ഭഗവാൻ ആശ്വസിപ്പിക്കും, യുധിഷ്ഠിരൻ അങ്ങയുടെ കുഴപ്പമൊന്നുമല്ല, സർവം കാലകൃതം മന്യേ, ഇതൊക്കെ കാലമാണ് ഇതൊക്കെ ആക്കി തീർക്കുന്നത്, അതുകൊണ്ട് പോരൂ, ഞങ്ങൾക്കൊരു വിഷമം ഉണ്ടെങ്കിൽ ഭീഷ്മന്റെ അടുത്ത് നേരിട്ട് ഉപദേശം സ്വീകരിക്കാം. ഭാഗവതത്തിലെ ഏറ്റവും പ്രസിദ്ധമായ രംഗാണ് ഭീഷ്മസ്തുതിയൊക്കെ. ഇതിമതിരുപകൽപിതാവിതൃഷ്ണ ഭഗവതി സാത്വത പുങ്കവേ വിഭൂമി. ത്രിഭുവന കമനം തമാലവർണം രവികരഗൗരവരാംബരം ദധാനേ വപുരളകുലാവൃതാനനാബ്ജം വിജയസഖേ രതിരസ്തുമേനവദ്യ എന്നും പറഞ്ഞ് ആ ഭീഷ്മരെ സ്തുതിക്കുന്ന രംഗം എന്തിനധികം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അവിടെ വെച്ച് യുധിഷ്ഠിരൻ, അർജുനൻ, ഭീമൻ, നകുലൻ, സഹദേവൻ, പാഞ്ചാലി തുടങ്ങിയിട്ടുള്ള പാണ്ഡവന്മാര്, ഈ പാണ്ഡവന്മാർക്ക് ഭീഷ്മർ ഉപദേശം കൊടുക്കാൻ പോകണമെന്ന് കണ്ടപ്പോ അത് കേൾക്കാൻ വേണ്ടി സകല സജ്ജനങ്ങളും സന്യാസിമാരും മഹർഷിമാരും ഒക്കെ ആ യുദ്ധരംഗത്ത് എത്തി. അവിടെ വെച്ച് യുധിഷ്ഠിരനും ഭീഷ്മരും തമ്മിലൊരു സംവാദം. അവിടെ യുധിഷ്ഠിരൻ കുറേ കാര്യങ്ങൾ ചോദിക്കും. കോധർമ്മ സർവധർമാണാം ഭവത പരമോ മത കിം ജപൻ മുച്യതേ ജന്തു ജന്മ സംസാര ബന്ധന. യുധിഷ്ഠിരൻ ചോദിക്കും, ഏത് ധർമ്മമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്? ആരാ ജപിക്കേണ്ടത്? എന്താ ജപിക്കേണ്ടത്? ഭീഷ്മർ വിചാരിച്ചത് നല്ല തക്കം. ഇപ്പൊ ആരാ തന്റെ മുമ്പിൽ നിൽക്കുന്നത്? സാക്ഷാൽ ഭഗവാൻ അല്ലേ? മേഘശ്യാമം പീതകൗശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭോൽഭാസിതാംഗം പുണ്യോവേദം പുണ്ടരീകായതാക്ഷം വിഷ്ണും വന്ദേ സർവലോകൈകനാഥം. ആ സകല ലോകങ്ങളുടെയും നാഥനായിരിക്കുന്ന ഭഗവാനെ മുമ്പിൽ വന്ന് നിൽക്കണു. തനിക്കാണ് ജീവൻ പോകേണ്ട സമയം. എന്നാൽ ആ ജീവൻ വെടിയണേന് മുമ്പേ ഭഗവാനെ ഒന്ന് സ്തുതിക്കാൻ പറഞ്ഞു. ആരാ സ്തുതിക്കേണ്ടതെന്നല്ലേ? എന്താ അത്ര സംശയം? ജഗൽ പ്രഭും
ദേവദേവം അനന്തം പുരുഷോത്തമം സ്തുവൻ നാമസഹസ്രേണ പുരുഷ സതതോത്ഥിതാതമേവ ച അർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷമവ്യയം ധ്യായൻ സ്തുവൻ നമസ്യം ശായജമാനസ്തമേവ ച. വേറെ ആരെയല്ല, ഈ ഭഗവാനെ തന്നെയല്ലേ സ്തുതിക്കേണ്ടത്. എങ്ങനെ? 1000 നാമങ്ങൾ കൊണ്ട് സ്തുതിക്കൂ. ഇനി അങ്ങേക്ക് അറിയില്ലെങ്കിൽ ആ നാമം ഞാൻ ചൊല്ലിത്തരാം എന്ന് പറഞ്ഞ് യുധിഷ്ഠിരന് വേണ്ടി ഭീഷ്മർ ഉപദേശിച്ചു കൊടുക്കണു. വിശ്വം വിഷ്ണു വഷക്കാരോ ഭൂതഭവ്യ ഭവത്പ്രഭു ഭൂതകൃൽ ഭൂതഭൃൽഭാവോ ഭൂതാത്മാ ഭൂതഭാവന എന്നോട് തുടങ്ങി ആത്മയോനി സ്വയം ജാതോ വൈഖാന സമഗായണ ദേവകീനന്ദന സ്രഷ്ട ശിരീശ പാപനാശന ശംഖവൃന്ദം ദഗീ ചക്രീ ശാന്തധന്വഗധായുധ രഥാംഗപാണിരക്ഷോഭ്യ. നോക്കൂ, അവസാനം എന്റെ മനസ്സിൽ എന്താണുള്ളതെന്നറിയോ? രഥാംഗപാണി. വിഷ്ണു പറയാ, ആയുധം എടുക്കില്ല എന്നങ്ങ് എടുപ്പിക്കുന്നു ഞാൻ. അവിടെ വെച്ച് അങ്ങ് ആയുധമല്ല എടുത്ത, മറിച്ച് നിലത്ത് വീണ് കിടക്കുന്ന ഒരു രഥചക്രം എടുത്തത് സുദർശന ചക്രം പോലെ സങ്കല്പിച്ച് രഥാംഗപാണി അങ്ങന്റെ നേരിൽ വന്ന വരവുണ്ട്. ആ വരവേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ അവിടെ അങ്ങനെ കിടക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ അവിടെ വെച്ച് സ്ത്രീധർമാൻ രാജധർമാൻ മോക്ഷധർമാൻ വിഭാഗശ ഭഗവത് ധർമാൻ, എല്ലാ ധർമ്മവും, ശൂദ്രധർമ്മം എന്താണ്, വർണ്ണാശ്രമധർമ്മം എന്താണ്, സ്ത്രീധർമ്മം എന്താണ്, രാജധർമ്മം എന്താണ്, മോക്ഷധർമ്മം എന്താണ്, ഇങ്ങനെ സകല ധർമ്മങ്ങളും ഭീഷ്മർ അവിടെ വെച്ച് യുധിഷ്ഠിരനെ നിമിത്തമാക്കി ഉപദേശിച്ചു. വളരെ ശ്രദ്ധിക്കണേ, ഇതൊക്കെ ആരുകൂടി കേൾക്കുന്നുണ്ട്? അതിനടുത്ത് ഈ ഓട് കൊണ്ടുണ്ടാക്കിയ കൊടമണിക്കടിയിൽ കിടന്ന മുട്ടകളൊക്കെ അപ്പൊ വിരിഞ്ഞിട്ടുണ്ട്. അവിടെ ഇരുന്ന് ഈ 4 പക്ഷിക്കുഞ്ഞുങ്ങളും ഈ ഉപദേശങ്ങൾ മുഴുവൻ അവിടെ ഇരുന്ന് കേട്ടു. അങ്ങനെ ഉപദേശങ്ങളൊക്കെ കഴിഞ്ഞ് ഭീഷ്മർക്ക് മോക്ഷമൊക്കെ കൊടുത്ത് എല്ലാവരും സന്തോഷത്തോടു കൂടി ആ രംഗത്തൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട് പിരിഞ്ഞു പോയി. അപ്പോഴാണ് അവിടെ ആരുണ്ട്? ശമീക മഹർഷി. ശമീക മഹർഷി ഓർമ്മയ്ക്കുണ്ടാവും, ഭാഗവതത്തില് പരീക്ഷിത്തങ്ങനെ ഓടിച്ചെന്ന് ഒരു ചത്ത പാമ്പിനെയൊക്കെ കഴുതിട്ട് കൊടുത്തില്ലേ, അദ്ദേഹമാണ് ശമീക മഹർഷി. ശമീക മഹർഷി ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരാൻ നേരത്ത് ഈ എവിടെ നിന്നോ പക്ഷിക്കുഞ്ഞുങ്ങളുടെ കിയോ 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 എന്നുള്ള ശബ്ദം അദ്ദേഹത്തിന് അത്ഭുതമായി. എങ്ങനെയാണ് ഈ ഇത്ര വലിയൊരു യുദ്ധക്കളത്തിന് പക്ഷികളുടെ ശബ്ദം ഇവിടുന്ന് കേൾക്കണത്? 4 ഭാഗം നോക്കി കാണാനില്ല. അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി, ഈ ഓട്ടുമണിയുടെ ഉള്ളിൽ നിന്നാണല്ലോ വരണത്. ആ കുടമണി മാറ്റി വെച്ചപ്പോ 4 പക്ഷിക്കുഞ്ഞുങ്ങൾ. അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് ഈശ്വരാനുഗ്രഹമുള്ള കുട്ടികളാ. എന്താ കാരണം? അല്ലെങ്കിൽ ഈ യുദ്ധഭൂമിയിൽ ഇത്ര സുരക്ഷിതമായിട്ട് ആ കുഞ്ഞുങ്ങളെ ആര് സംരക്ഷിക്കാനാ? മാത്രമല്ല ഇവരിപ്പോ ഈ ധർമ്മോപദേശമൊക്കെ കേട്ടവർ. അതുകൊണ്ട് ശമീക മഹർഷി 4 പക്ഷിക്കുഞ്ഞുങ്ങളെയും തന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി അവർക്ക് ആത്മവിദ്യകളൊക്കെ ഉപദേശിച്ചു. അനവധികാലം ശമീക മഹർഷിയുടെ കീഴിൽ പഠിച്ചു. അതിനുശേഷം ശമീക മഹർഷി അനുവാദത്തോടുകൂടി വിന്ധ്യാചല പർവ്വതത്തില് അവര് താമസിച്ചു. അപ്പൊ മനസ്സിലായി ഇവരെങ്ങനെയാണ് ധർമ്മപക്ഷികളായി മാറിയത്. കഥ തുടങ്ങുന്ന ഇവിടുന്ന ജൈമിനി മഹർഷിയുടെ സംശയമാണ്. ജൈമിനി മഹർഷി അവരുടെ അടുത്തെത്തി. വിന്ധ്യാചലത്തിലെത്തി ദ്രോണപർവ്വതത്തിലെ ഗുഹയിൽ ഈ പക്ഷിക്കുഞ്ഞുങ്ങളെയൊക്കെ കണ്ട് നമസ്കരിച്ചു. പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാനാണ്, സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അവിടെ വെച്ച് ഇവരുടെ സംശയങ്ങളൊക്കെ ചോദിക്കുന്നു. എന്താ സംശയം? മനുവിനെ കുറിച്ചുള്ള സംശയം, കാലത്തെക്കുറിച്ചുള്ള സംശയം, കൽപ്പത്തെക്കുറിച്ചുള്ള സംശയം. മനു, കാലം, കൽപ്പം, ഈ 3 സംശയങ്ങളാണ് ചോദിക്കുന്നത്. എന്താ ഈ മനു, കാലം എന്നൊക്കെ പറഞ്ഞാൽ ഓരോ സമയത്തും 3 പേരാണ് ഭരണം നടത്തുന്നത് എന്നാണ്. ഇപ്പൊ ഒക്കെ പോട്ടെ, ഏത് പ്രവൃത്തി നടക്കണമെങ്കിലും 3 കാര്യങ്ങൾ വേണം. കാലം, ദേശം, കർത്താവ്. അല്ലെ, കാലവും ദേശവും കർത്താവും. ഇപ്പൊ നമുക്കൊരു പ്രഭാഷണം ഇവിടെ നടക്കുകയാണ്. അപ്പൊ ആദ്യം എന്താ നിശ്ചയിച്ചിട്ടുണ്ടാവുക? എന്ന്, എത്ര മണി മുതൽ എത്ര മണി വരെ, അല്ലേ? അതാണ് കാലം. ദേശം, എവിടെ വെച്ചിട്ട്. മൂന്നാമത് കർത്താവ്, ആര് നടത്തണം, അല്ലേ? അപ്പൊ കാലവും ദേശവും കർത്താവും ഒരുമിക്കുമ്പോഴാണ് ഒരു കർമ്മം നടക്കുക. ഇതെല്ലാ കാലത്തും അങ്ങനെയാണ്. അതുകൊണ്ടാണ് കാലത്തെ നിയന്ത്രിക്കുന്ന ആളുടെ പേരാണ് മനു. ദേശത്തെ നിയന്ത്രിക്കുന്ന ആളുടെ പേരാണ്
രാജാവ്. കർത്താവിനെ നിയന്ത്രിക്കാനുള്ള പേരാണ് പ്രജാപതി. അപ്പൊ ഇവർക്ക് എപ്പോഴും പ്രത്യേകതയുണ്ട് എന്നാണ്. അപ്പൊ ഏത് കർമ്മം നടത്തുമ്പോഴും മനുവിനെയും രാജാവിനെയും ഭരണാധികാരിയെയും പ്രജാപതിയൊക്കെ വന്ദിച്ചുകൊണ്ടാണ് തുടങ്ങുക. അപ്പൊ മനുക്കളെ കുറിച്ചിട്ട് അറിയണം. ചോദ്യം ഒന്നുകൂടി പറയാം. മനുക്കളെ കുറിച്ച് അറിയണം, കാലത്തെ കുറിച്ച് അറിയണം, കൽപ്പത്തെ കുറിച്ച് അറിയണം. ഇതൊക്കെ ഇവിടെ വിശദീകരിച്ച് കൊടുക്കുന്നു. നമുക്കത് മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ. ആ രീതിയിൽ നമുക്ക് കാലത്തെ ഒന്നിപ്പോ പറഞ്ഞാൽ കാലവും കൽപ്പൊക്കെ പറയാൻ തുടങ്ങിയാൽ നമ്മൾ എവിടെ എത്തില്ല. അതുകൊണ്ട് നമ്മൾ വേഗം മനുവിലേക്ക് പോവാം. മനുവിനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നു. 14 മന്വന്തരങ്ങളാണുള്ളത്. ഇത് 7ാമത്തെ മന്വന്തരമാണ്. ഇപ്പോഴത്തെ മനുവിന്റെ പേര് വിവസ്വാൻ, വൈവസ്വതൻ, വൈവസ്വത മനുവാണ് ഇപ്പോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ എവിടെ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അസ്മിൻ ഭാരതദേശേ അല്ലേ എന്താ പറയാ, വൈവസ്വത മന്വന്തരേ. 7ാമത്തെ മനുവിൻ്റെതായ വൈവസ്വത മന്വന്തരത്തിലാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. വൈവസ്വത മനുവിനെ കുറിച്ച് പറയുന്നു. തുറന്നിട്ടാണ് ആ മനുക്കളെ കുറിച്ച് മുഴുവൻ ഇവിടെ പറഞ്ഞു കൊടുത്തു. 7ാമത്തെ മനുവാണ് വൈവസ്വത മനു. 8ാമത്തെ മനു, അതായത് അടുത്ത മനുവായി വരാൻ പോണത് സാവർണി. ഈ ദേവി മഹാത്മ്യത്തിന് അവസാനത്തെ വരി എന്താ? സാവർണി ഭവിതോ മനു അല്ലെ. അടുത്ത മനുവായിട്ട് വരാൻ പോണത് സാവർണിയാണ്. അപ്പോ ആ മനുവിന്റെ കാലം പറയുന്ന കൂട്ടത്തിൽ നമുക്ക് എന്ത് കിട്ടണത്? ദേവി മഹാത്മ്യം എന്ന ഗ്രന്ഥം കിട്ടണത്. അപ്പൊ ചുരുക്കത്തിൽ ദേവി മഹാത്മ്യത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് 8ാമത്തെ മനുവായിരിക്കുന്ന സാവർണി മനുവിന്റെ കാലത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ദേവി മഹാത്മ്യം ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വിഷയത്തെക്കുറിച്ച്, പ്രമേയത്തെക്കുറിച്ച് നമ്മളത് മനസ്സിലാക്കി. ഇനി ഇതിന്റെ ഘടന മനസ്സിലാക്കാം. മാർക്കണ്ഡേയ പുരാണം ആകെ കൂടി 6800 ശ്ലോകം. അത്രയേ ഉള്ളൂ. മാർക്കണ്ഡേയ പുരാണത്തിലെ ഗ്രന്ഥസംഖ്യയാണ് പറഞ്ഞത്. 6800 ശ്ലോകം, 134 അധ്യായം. 134 അധ്യായം. അതിൽ 78 തൊട്ട് 90 വരെയുള്ള 13 അധ്യായങ്ങളാണ് ദേവി മഹാത്മ്യം. അപ്പൊ നോക്കൂ, നേരത്തെ പറഞ്ഞ ദേവി മഹാത്മ്യം സ്വതന്ത്രമായ ഗ്രന്ഥമല്ല. നമുക്ക് കൃത്യമായി മനസ്സിലായി. മാർക്കണ്ഡേയ പുരാണത്തിലെ 134 അധ്യായങ്ങളില് 78 തൊട്ട് 90 വരെയുള്ള 13 അധ്യായങ്ങളെയാണ് ദേവി മഹാത്മ്യം എന്ന പേരിൽ നമ്മളൊക്കെ അനുസ്മരിക്കാൻ പോണത്. ഇത് എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, വായിക്കേണ്ടത് അല്ലേ? ഇതിനൊക്കെ കൃത്യമായ വിധികളൊക്കെ ആചാര്യന്മാർ പറയും. ഒരു ദിവസം കൊണ്ട് മുഴുവനായിട്ട് വായിക്കാവുന്ന ദേവി മഹാത്മ്യം 700 ശ്ലോകല്ലേ ഉള്ളൂ. 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ടൊക്കെ സുഖമായിട്ട് വായിക്കാം. അപ്പോ ഒരു ദിവസം കൊണ്ട് വായിക്കാം. ഇനിയോ അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് വായിക്കാം. അപ്പൊ ഒരു ക്രമമുണ്ട്. ഇതിൽ 3 ചരിതങ്ങളാണ് ഉള്ളത്. നമുക്കറിയുന്നതാണ്. ഒന്ന് ഓർമ്മ തട്ടിയെടുക്കാം. പ്രഥമ ചരിതം അല്ലേ, പിന്നീട് മധ്യമചരിതം, ഉത്തമ ചരിതം. അങ്ങനെ 3 കഥകളായിട്ടൊക്കെയാണ്, അല്ലെ 3 ഭാഗങ്ങളായിട്ടാണ് ദേവി മഹാത്മ്യം ഉള്ളത്. അപ്പൊ ആദ്യത്തെ ദിവസം പ്രഥമചരിതം ആവാം, 2ാമത്തെ ദിവസം മധ്യമം, 3ാമത്തെ ദിവസം ഉത്തമചരിതം, അങ്ങനെ ആവാം. ഇനി 7 ദിവസം കൊണ്ട് ദേവി മഹാത്മ്യത്തെ പാരായണം ചെയ്യാം. ഇവിടെ പറയും ഞായറാഴ്ച തുടങ്ങി ശനിയാഴ്ച അവസാനിക്കുന്ന രീതിയിലാണെങ്കിൽ ഏറ്റവും നന്നായി എന്ന്. 7 ദിവസം കൊണ്ടാണ് ദേവി മഹാത്മ്യം വായിക്കേണ്ടതെങ്കിൽ. അപ്പൊ നമുക്ക് സംശയമായി ഓരോ ദിവസം എത്ര അധ്യായം വെച്ചിട്ടാണ് വായിക്കുക. അതിനൊരു സൂത്രവാക്യമൊക്കെ ഉണ്ടോ? വേണമെങ്കിൽ എവിടെങ്കിലും എഴുതി വെച്ചോളൂ. ചന്ദ്രാക്ഷി ഭൂവേദ കരേന്ദു ദസ്ര. ഇതാണ് സൂത്രവാക്യം, ഫോർമുല. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ചന്ദ്രാക്ഷി ഭൂവേദ കരേന്ദു ദസ്ര. ഇതിൽ വേദം ഒറ്റ ദിവസം കൊണ്ട് വായിക്കണം. അപ്പൊ ഈ സംശയമൊന്നും അതില്ലല്ലോ അല്ലേ? അപ്പൊ ഓരോ ദിവസം വായിക്കേണ്ടത് എങ്ങനെ? ആദ്യത്തത് ചന്ദ്രൻ. വളരെ എഴുതാ. ചന്ദ്രൻ. എത്ര ചന്ദ്രന്മാരുണ്ട് ആകാശത്ത്? സംശയം 1 അല്ലേ? അപ്പൊ ആദ്യത്തെ ദിവസം എത്ര അധ്യായം വായിക്കാം? 1. ഇനി നിങ്ങൾക്ക് വേഗം കിട്ടും. 2ാമത്തെ ദിവസം അക്ഷി. അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണ്. സാധാരണ നമുക്കൊക്കെ എത്ര കണ്ണാണുള്ളത്? 2. അപ്പൊ 2ാമത്തെ ദിവസം 2 അധ്യായം. അടുത്തത് ഭൂ. ഭൂ എന്ന് പറഞ്ഞാൽ ഭൂമി. എത്ര ഭൂമി? 1 ഭൂമി. അപ്പൊ 3ാമത്തെ ദിവസം 1. 4ാമത്തത് വേദ. 4ാമത്തെ ദിവസം വേദം. വേദം എത്ര എണ്ണ?
4 അപ്പോ 4. അടുത്ത ദിവസം കരം. എന്താ കരം എന്ന് പറഞ്ഞാൽ കൈകള്. എത്ര കൈകളാ? 2. അപ്പൊ അടുത്ത ദിവസം 2. പിന്നെ ഇന്ദു, നേരത്തെ പറഞ്ഞ ആളന്നെ ചന്ദ്രൻ അല്ലേ, കരേന്ദു 2, 1. അത് കഴിഞ്ഞ് അവസാനത്ത് ദസ്ര. എന്താ ഈ ദസ്ര എന്ന് പറഞ്ഞ സാധനം? ബാക്കിയൊക്കെ ഇപ്പൊ മനസ്സിലായി. ചന്ദ്ര, അക്ഷി, ഭൂ, വേദ, കര, ഇന്ദു, ദസ്ര. ദസ്ര എന്ന് പറഞ്ഞാൽ അശ്വിനി ദേവന്മാര് എന്ന് പറഞ്ഞവർ എത്ര പേരാ? 2 പേര്. ഒക്കെ കൂടി കൂട്ടി നോക്കിയാൽ 13 എന്ന് കിട്ടും. 1, 2, 1, 4, 2, 1, 2. ഈ ക്രമത്തിലാണ് വായിക്കേണ്ടത്. പിന്നീട് പറയും ഇനി എങ്ങനെ അത് വായിക്കുക. വളരെ സംഗീതാത്മകമായിട്ട് വായിക്കരുത് എന്ന്. വളരെ സംഗീതാത്മകമായിട്ട് അങ്ങനെ വായിക്കുക, അത് പാടില്ല. പിന്നെയോ എന്നാ വളരെ വേഗത്തിൽ വായിക്കുക, അങ്ങനെ പാടില്ല. ഒരു മിതമായ വേഗമായിരിക്കണം. ശബ്ദമോ വളരെ പതുക്കി വായിക്കാൻ പാടില്ല, ഒച്ചത്തിൽ അലറി വിളിച്ചിട്ടും വായിക്കാൻ പാടില്ല. പിന്നെ പറയും തല കുലുക്കിയിട്ടും ശരീരം ഇളക്കിയിട്ടൊന്നും വായിക്കരുത്. അതിന് മാത്രം എല്ലാ ഗ്രന്ഥങ്ങളും ഇപ്പൊ സഹസ്രനാമൊക്കെ ചെല്ലുമ്പോൾ ചിലർ കണ്ടിട്ടുണ്ട് അല്ലേ, എന്താ അറിയാണ്ട് എങ്ങനെ ആടണം. എന്തിനപ്പൊ ഇങ്ങനെ ആടണത് അല്ലേ? വിഷും തുടങ്ങിയാൽ തുടങ്ങും ആട്ടം. എപ്പോ നിൽക്കും? അനമാലി ഗതീശാഹി. അത് കഴിയുമ്പോൾ ആട്ടം നിൽക്കും. അടുത്ത് വരെ ഇരുന്ന് ആടും. ഇങ്ങനെ ആകെ ആടിക്കുഴഞ്ഞിട്ടൊന്നും ഇത്തരം ഗ്രന്ഥങ്ങൾ ചൊല്ലാനൊന്നും പാടില്ല എന്നാണ്. പിന്നെ അർത്ഥമറിയാതെ ശരിക്കും പറഞ്ഞാൽ വായിക്കരുത് എന്നാ പറയാ. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ആരും വായിക്കലുണ്ടാവില്ല അല്ലെ. അർത്ഥം അറിഞ്ഞു വായിച്ചാൽ എന്താ ഗുണം? അത് വായിക്കുമ്പോൾ ഒരു മനനം കൂടി നമുക്കതിലൂടെ, അതിനാണ് നമ്മൾ ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കണത്. വായിക്കുമ്പോൾ അർത്ഥം കൂടി അറിഞ്ഞ് വായിക്കുക. പിന്നെ ഗ്രന്ഥം കയ്യിലെടുത്തിട്ട് വായിക്കുക പാടില്ല എന്നാ. ഇവിടെ ഒരു ഭാഗത്ത് വെച്ചിട്ട് വേണം വായിക്കാൻ. പട്ടില് പൊതിഞ്ഞു വെക്കണം എന്നൊക്കെ പറയും. ആ ഗ്രന്ഥത്തിന് കൊടുക്കേണ്ട ബഹുമാനത്തെ കാണിക്കാൻ വേണ്ടിയാണ് പറയുക. പിന്നെയോ അവനവനെ എഴുതിയ ഗ്രന്ഥം ഒരിക്കലും എടുത്തിട്ട് വായിക്കരുത്. പകർത്തി എഴുതിയത് എന്താ? അത് തെറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അറിയില്ലേ? ഗ്രന്ഥം 3 പകർത്തിയിടിൽ മുഹൂർത്തം മൂത്രമായി വരുന്ന. മുഹൂർത്തം എന്നാ എഴുതി വെച്ചത്. 3 ആള് പകർത്തി എഴുതപ്പോ എന്തായി? മുഹൂർത്തത്തിന് പകരം അത് വന്നു. അങ്ങനെ വരരുത്. അപ്പൊ കൃത്യമായ ഗ്രന്ഥം ആയിരിക്കണം. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ദേവി മഹാത്മ്യം വായിക്കേണ്ടത്. മാത്രമല്ല ഗ്രന്ഥം കൈമാറാനൊന്നും പാടില്ല എന്ന് പറയും. ഗ്രന്ഥമാർക്കും കൊടുക്കല്ല ദേവേന്ദ്രൻ വന്നിരക്കിലും. ദേവേന്ദ്രൻ വന്ന് ചോദിച്ചാൽ പോലും ഗ്രന്ഥത്തെ കൊടുക്കാൻ പറയുന്ന ഗ്രന്ഥം അത്രയും പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല ഗ്രന്ഥം കരത്തിലുണ്ടായാൽ മതി വരാ, ചന്തത്തിൽ അർത്ഥം ഗ്രഹിച്ചേ മതി വരൂ. പുസ്തകമൊക്കെ വാങ്ങിക്കുന്ന അലമാറിൽ വെച്ചിട്ട് സീല് പോലും പൊട്ടിക്കാണ്ട് അല്ലേ? പറഞ്ഞില്ലേ ഭാഗവതം വ്യാഖ്യാനം പുറത്ത് ഞാൻ വാങ്ങി ദിവസത്തിന്റെ കേട്ടോ, അവിടെ ഇരിക്കേണ്ട സീല് പോലും പൊട്ടിച്ചിട്ടില്ല. അങ്ങനെ കൊടുന്ന് വെക്കാനുള്ളതല്ല ഈ ഗ്രന്ഥങ്ങളൊക്കെ. അതൊക്കെ എന്ത് ചെയ്യുക? അനുഷ്ഠിക്കുക. അപ്പൊ നോക്കൂ, ദേവി മഹാത്മ്യത്തിന്റെ ആമുഖത്തിലേക്കാണ് നമ്മൾ എത്തിയത്. മിക്കവാറും ആമുഖം തന്നെ ഒന്നും ഉണ്ടാവുള്ളൂ കേട്ടോ അല്ലേ? അപ്പോൾ ആ ആമുഖമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പേര് ദേവി മഹാത്മ്യം നമ്മൾ പറയും. പല പേരുകളുണ്ട്. ദുർഗാ സപ്തശതി, ഇതാണ് യഥാർത്ഥ പേര്. ദുർഗാ സപ്തശതി. സപ്തശതി പറഞ്ഞാൽ 700. അപ്പൊ ദുർഗാദേവിയെ കുറിച്ചുള്ള 700 ശ്ലോകങ്ങളുള്ളത് കൊണ്ട് ദുർഗാ സപ്തശതി ഒരു പേര്. രണ്ടാമത്തെ പേര് ചണ്ഡി. ചണ്ഡി, ചണ്ഡികാദേവിയെ കുറിച്ച് പറയുന്നത് കൊണ്ട് ചണ്ഡി. ഇപ്പൊ ചണ്ഡി, ഇപ്പൊ ബംഗാളിലൊക്കെ പോയാൽ ചണ്ഡി എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല, ദേവി മഹാത്മ്യം പറഞ്ഞാൽ അവർക്ക് അറിയില്ല. അപ്പൊ ചണ്ഡികാദേവിയെ കുറിച്ച് പറയുന്നത് കൊണ്ട് ചണ്ഡി എന്നൊരു പേരുണ്ട്, സപ്തശതി എന്ന പേരുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 700ഓളം ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. പ്രഥമചരിതം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു അധ്യായം, മധ്യമചരിതം എന്ന് പറയുന്നത് അടുത്ത 3 അധ്യായം, ഉത്തമചരിതം എന്ന് പറയുന്നത് അവസാനത്തെ 9 അധ്യായം. ഇങ്ങനെയാണ് ദേവി മഹാത്മ്യത്തിന്റെ ഒരു ഘടനയായിട്ട് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 700 ശ്ലോകങ്ങൾക്കും മന്ത്ര തന്ത്ര സിദ്ധിയൊക്കെ ഉണ്ട് എന്ന് പറയും. ഇനി ഈ ദേവി മഹാത്മ്യം എങ്ങനെ വായിക്കണം? ആദ്യം തന്നെ എടുത്താണ്ട് വായിക്കാൻ പാടില്ല. പിന്നെയോ അതിന് ചില അംഗങ്ങൾ കൂടിയുണ്ട്. 2 ചിട്ടകളാണുള്ളത്. ഒന്ന് നവാംഗം, രണ്ടാമത്തത് ത്രയാംഗം. അങ്ങനെ 2 രീതിയാണ് ഇതിനുള്ളത്. ഈ നവാംഗം എന്ന് പറഞ്ഞാൽ എന്താ? ഹോമവും പൂജയും ഒക്കെ ഉൾപ്പെടുന്ന വിധിയാണ് നവാംഗം. അപ്പൊ സാധാരണ നമ്മളെപ്പോലെ ആൾക്കാർക്ക് നിത്യ ഉപാസിക്കുമ്പോൾ ഈ നവാംഗ രീതിയൊന്നും സാധിക്കില്ല. അപ്പൊ
നമുക്ക് പറ്റുന്ന ഏതാ? ത്രയാന്തം. ഏതായി ത്രയാന്തം? 3 എണ്ണം അടങ്ങുന്നതാണ് അർഗളം, കീലകം, കവചം. ചില പരമ്പരയില് ആദ്യം അർഗളം ചൊല്ലും, പിന്നീട് കീലകം ചൊല്ലും, പിന്നീട് കവചം ചൊല്ലും. ചിലരോ ആദ്യം കവചം ചൊല്ലും, പിന്നെ അർഗളം ചൊല്ലും, കീലകം ചൊല്ലും. ഈ അർഗള, കീലക, കവചങ്ങൾ വായിച്ചിട്ടേ ദേവി മഹാത്മ്യം വായിക്കാൻ പാടൂ എന്നതിന് പ്രത്യേകത. അതൊക്കെ ഒരു മുൻകരുതലാണ് എന്ന. അർഗളം ദുരിതം ഹന്തി എന്ന. എന്തിനാ അർഗള സ്തോത്രം ജപിക്കുന്നത്? ദുരിതങ്ങൾ ഇല്ലാണ്ടാകാനാണത്രേ അർഗളം. ഈ അർഗളം എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? സാക്ഷ എന്ന. സാക്ഷ എന്ന് പറഞ്ഞാൽ കോടാമ്പൽ എന്നൊക്കെ പറഞ്ഞാൽ അറിയണ്ടാവും. കുറ്റിയില്ലേ, ഒന്ന് വാതിലടച്ചിട്ട് മുകളിലേക്ക് ഇട്ട കുറ്റിക്കാണ് സാക്ഷ എന്ന് പറയുന്നത്. അപ്പൊ അർഗളം ജപിക്കുന്നത് വാതിലടച്ച് കുറ്റിയിടുന്നതിന് തുല്യമാണ്. ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. എന്തിനൊക്കെയോ പുറത്താക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? വാതിലടയ്ക്കണത് അല്ലേ? എന്തിനാ കുറ്റിയിടുന്നത്? ആ പുറത്താക്കിയിരുന്നു തിരിച്ചിങ്ങോട്ട് വരാതിരിക്കാൻ. ഇതിന്റെയൊക്കെ ഒരു പ്രായോഗിക രീതിയാണ് അവിടെ ഉണ്ടോന്നറിയില്ല. കർക്കിടക മാസം തുടങ്ങണതിന്റെ തലേ ദിവസം ഏർപ്പാടുണ്ട് അല്ലേ? എന്താ? വീട് മുഴുവൻ വൃത്തിയാക്കി, എന്നിട്ട് വീട്ടില് അടിച്ച എന്താ പറയാ കരിക്കട്ടകള്, മുറിഞ്ഞു കിടക്കുന്ന നഖം ഉണ്ടെങ്കിൽ അത് തലമുടിക്കെട്ട്, ഇതിനുള്ള കുറ്റിച്ചൂലിന്റെ ആ കുറ്റി, കീറിയ മുറം, ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതൊക്കെ വീടിന് പുറത്ത് കൊണ്ടുപോയിട്ട് കളയും. അപ്പൊ എല്ലാവരും കൂടി പറയും, ആരോ ഒരാൾ പുറത്തേക്ക് എന്നാ അവിടെ പുറത്തേക്ക് പോട്ടെ എന്ന് പറയും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശരീരശുദ്ധി വരുത്തി വീണ്ടും വാതിലൊക്കെ അടയ്ക്കുമെന്ന് പറഞ്ഞ പോയാളോട് വരാതിരിക്കാൻ എന്നിട്ടവിടെ പൂജാമുറികൾ തെളിച്ച് ശുദ്ധാക്കിയിട്ട് വിളക്ക് കൊളുത്തി ശ്രീ ഭഗവതിക്ക് ഒരുക്കും. അതാണ് ലോപിച്ച് ശീബോധി വെക്കുക എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതുപോലെ നമുക്ക് ദേവീ മാഹാത്മ്യം ഉപാസിക്കാൻ ചില ഉദ്ദേശങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ചില കാമങ്ങളൊക്കെ സാധിക്കേണ്ടതുണ്ട്. അതിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ ദുരിതം, പാപങ്ങള്, അതിനൊക്കെ പുറത്താക്കിയിട്ട് നമ്മൾ വാതിലടച്ചു. പക്ഷെ വാതിൽ വെറുതെ ചാരിയാൽ അവർ വീണ്ടും തള്ളി തുറന്ന് അകത്തേക്ക് വരും. അതുകൊണ്ട് വരുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി സാക്ഷയിടുന്നു. അതാണ് എന്ത്? അർഗള സ്തോത്രം. ജയന്തി മംഗളാകാളി അല്ലേ? അതിമനോഹരമായിട്ട് അർഗളസ്തോത്രം നമ്മൾ ജപിക്കുന്നില്ല. ജപിക്കാൻ തുടങ്ങി നമുക്ക് കുറെ അത് വായിക്കേണ്ടതായിട്ട് വരും. ഏതായാലും ആ അർഗള സ്തോത്രം, ആ സ്തോത്രത്തെ ജപിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വാതിലടച്ച് കുറ്റിയിട്ടു. പക്ഷെ വാതിലടച്ച് കുറ്റിയിട്ടതുകൊണ്ട് കൊണ്ട് മാത്രം കാര്യമില്ല. നല്ല ശക്തി തള്ളി തുറന്നാൽ ചിലപ്പോ തുറക്കും. അതാണ് രണ്ടാമത്തത് കീലകം. എന്താ കീലം എന്ന് പറഞ്ഞാൽ അറിയോ? ആണിയാണ്, ആണി. അപ്പോ ഈ കുറ്റിയിട്ടു. ഇപ്പൊ പഴയ തറവാട്ടിലൊക്കെയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, 2 പൊളി വാതിലാണ് അടച്ചു കഴിഞ്ഞാൽ മേലേക്കല്ല കുറ്റിയിടുക, പിന്നെയോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നീക്കുണ്ട്, സാക്ഷ അല്ലെ? അത് നീക്കുക ചെയ്യാം. ഇനി അത് തള്ളി തുറക്കാണ്ടിരിക്കാൻ എന്ത് ചെയ്യണമെന്നറിയോ? ഈ നീക്കിയതിനെ ഒരാണി അടിച്ച് ഉറപ്പിക്കുക. അതാണ് കീലകം. ഇപ്പത്തെ വാതിലുകൾ ഉണ്ടാക്കുമ്പോ വാതിൽ തള്ളി തുറക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒരു ഇരുമ്പ് പട്ട അല്ലെ, കമ്പി ഇങ്ങനെ ക്രോസ് ആയിട്ട് വെക്കില്ലേ? അതാണ് കീലകം. ഒരു ആണി, അതിനൊരു ആണി ഉണ്ട് കീലകം അല്ലെ? ആണി തൊള്ളയേക്ക് അങ്ങനെ ഇട്ട് വെച്ചാൽ ഇത് തള്ളിയാലൊന്നും തുറക്കില്ല. അപ്പൊ അർഗളം കഴിഞ്ഞു, കീലകം കഴിഞ്ഞു. അപ്പൊ ആരും ഉള്ളിലേക്ക് വരില്ല. ഒന്നുകൂടി വേണം. എന്താ അത്? കവചം. എന്താ കവചം എന്ന് പറഞ്ഞാൽ? തനുത്രം, പോർച്ചട്ട, തനും ത്രായത്തെ ഇതി, ശരീരത്തെ രക്ഷിക്കാനുള്ള കവചം അല്ലേ? പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ബുള്ളറ്റ് പ്രൂഫ് കോട്ട് എന്നൊക്കെ പറയില്ലേ? അതാണ് തനുത്രം. അപ്പൊ നോക്കൂ, അർഗളം, കീലകം, കവചം, ഈ 3 ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദേവീ മഹാത്മ്യത്തിലേക്ക് എത്താം. പിന്നീടാണ് ദേവീ മഹാത്മ്യം വായിക്കുക. അപ്പൊ നോക്കൂ, എന്തൊക്കെ ഇപ്പൊ ചെയ്തു നമ്മള്? പാപങ്ങളെയും ദുരിതങ്ങളൊക്കെ പുറത്താക്കിയിട്ട് വാതിലടച്ചു, കുറ്റിയിട്ടു, ആണിയടിച്ചുറപ്പിച്ചു. ഇനി ആരെങ്കിലും അതിലൂടെയൊക്കെ വരികയാണെങ്കിൽ തന്നെ ബാധിക്കാതിരിക്കാൻ കവചമൊക്കെ ഇട്ടു. അർഗളം ദുരിതം ഹന്തി കീലകം ഫലകം തദാ കവചം രക്ഷയേ നിത്യം ചണ്ഡിക ഹൃദയം തഥാ. ആ 3 രീതികളോടുകൂടി ദേവി മഹാത്മ്യത്തിലേക്ക് നമ്മൾ എത്തുന്നു. ലക്ഷ്മിയും സരസ്വതിയും ഗൗരിയുമാണ് ഈ 3 എണ്ണത്തിന്റെയും
ദേവതമാർ, അർഗ്ലത്തിന്റെയും കീലകത്തിന്റെയും കവചത്തിലൊക്കെ ദേവതമാരുണ്ട്. ലക്ഷ്മി, സരസ്വതി, ഗൗരി. ഈ 3 പേരെയും ധ്യാനിക്കുന്നതാണ്, പൂജിക്കുന്നതാണ് ത്രയാംഗം. അപ്പൊ നോക്കൂ, ഈ 3 ദേവീ സങ്കല്പം നമ്മളെല്ലായ്പ്പോഴും പറയില്ലേ, ഈ 3 സങ്കല്പമാണ്. ഒന്ന് തമോ ഗുണപ്രധാനം, ഒന്ന് രജോ ഗുണപ്രധാനം, ഒന്ന് സത്വ ഗുണപ്രധാനം. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി. അവരെയാണ് നമ്മൾ എവിടെയാ എല്ലാ ദിവസവും രാവിലെ കണി കാണണമെന്നൊക്കെ പറയും. രാവിലെ എഴുന്നേറ്റ് 2 കൈകളും ചേർത്ത് വെച്ച് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു സാ ഗൗരി പ്രഭാതേ കരദർശനം. ലക്ഷ്മിയെയും സരസ്വതിയെയും ഗൗരിയെയും എപ്പോ? പ്രഭാതേ, 10 മണി വരെ കടന്നുറങ്ങുക. 10 മണിക്ക് നീറ്റ് കയ്യൊക്കെ തിരുമ്മിയിട്ട് കരാഗ്രേ വസതേ ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ അവരുടെ വഴിക്ക് പോയിട്ടുണ്ടാവും. അതൊക്കെ എപ്പോ വേണം? രാവിലെ വേണം അല്ലെ? ലക്ഷ്മി, സരസ്വതി, ദുർഗ തന്നെയാണ് ത്രയാംഗം. അപ്പൊ അത് കഴിഞ്ഞ് ദേവീ മഹാത്മ്യത്തിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പൊ ത്രയാംഗം കഴിഞ്ഞ് ഇനി നമ്മൾ ദേവീ മഹാത്മ്യത്തിലേക്ക് എത്തുകയാണ്. ഒരു കഥയിലൂടെയാണ് ദേവീ മഹാത്മ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. മനുവിന്റെ കഥ പറഞ്ഞല്ലോ, വൈവസ്വത മനുവിന്റെ ആ കഥയിലൂടെയാണ് വരിക. 7ാമത്തെ മനു, അതായത് ഇപ്പത്തെ വൈവസ്വത മനു, അദ്ദേഹത്തിന് ഒരുപാട് പേരുണ്ട്. സത്യവ്രതൻ എന്നാണ് അദ്ദേഹത്തിന് ഒരു പേര്. അദ്ദേഹം ദ്രാവിഡ ദേശങ്ങളെ ഭരിച്ചിരുന്ന രാജാവാണ് സത്യവ്രതൻ. ശ്രദ്ധ എന്ന് പറയുന്ന കന്യകയെ വിവാഹം ചെയ്തു. ഇപ്പൊ ഒരു പേര് കൂടി കിട്ടി, ശ്രാദ്ധദേവൻ അല്ലേ? ശ്രദ്ധയെ കല്യാണം കഴിച്ചുകൊണ്ട് ശ്രാദ്ധദേവൻ അല്ലേ? സാധാരണ സ്ത്രീകൾക്കൊക്കെ ആദ്യ ഒരു പേരുണ്ടാവും, കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ പേര് കൂടി വാലാക്കിയിട്ട് കൂട്ടിച്ചേർക്കും, അപ്പൊ 2ാമതൊരു പേര് കൂടി കിട്ടും. അങ്ങനെയല്ലേ ഉണ്ടാവാറ്? അതുപോലെയാണ് ശ്രദ്ധയെ കല്യാണം കഴിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരു പേര് കൂടി കിട്ടി, ശ്രാദ്ധദേവൻ. ശ്രദ്ധയുടെ ഭർത്താവ് ശ്രാദ്ധദേവൻ സത്യവ്രതൻ. അദ്ദേഹം ഒരിക്കൽ കൃതമാല നദിയിൽ സ്നാനം ചെയ്യുക. അപ്പൊ സ്നാനം ചെയ്തിട്ട് തർപ്പണം ചെയ്യാൻ വേണ്ടി തീർത്ഥം എടുത്തപ്പോ അത്ഭുതം, അതൊരു മത്സ്യക്കുഞ്ഞ്. ഇനിയിപ്പോ തർപ്പണം ചെയ്യാൻ പറ്റില്ലല്ലോ, മത്സ്യക്കുഞ്ഞുള്ള വെള്ളമല്ലേ. പുഴയിലേക്ക് തന്നെ വെള്ളം ഒഴിക്കാൻ തുടങ്ങിയപ്പോ ഈ മത്സ്യക്കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. മത്സ്യക്കുഞ്ഞ് പറഞ്ഞു, അതേ എന്നെ ഇതിന് വിടരുത്. എന്താ, ഇവിടെ വലിയ വലിയ മത്സ്യങ്ങളുണ്ട്, ഞങ്ങളുടെ കുടുംബക്കാർക്കൊരു സ്വഭാവമുണ്ട്, വലിയ മത്സ്യങ്ങൾ ചെറിയ മത്സ്യങ്ങളെ വീഴുന്നു. ഞാനും അങ്ങയുടെ പ്രജയാണ്, അതുകൊണ്ട് അങ്ങ് എന്നെ രക്ഷിക്കണം, എന്നെ കൊണ്ടുപോകണം. താൻ കുളിക്കുമ്പോൾ കൊണ്ടുവന്ന കമണ്ടലുണ്ട്, അതിൽ വെള്ളം നിറച്ച് അതിലിട്ട് ഈ മത്സ്യക്കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തുമ്പോ എന്താ കഥ? വലിപ്പം കൂടിയിരിക്കുന്നു, ഈ വെള്ളം പോരാ. വലിയ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കിടത്തി അല്പസമയം വീണ്ടും വലുതായി. ചുരുക്കം പറയാ, അനവധി പാത്രങ്ങൾ മാറ്റി മാറ്റി മത്സ്യം അതനുസരിച്ച് വലുതായി വലുതായി വരുന്നു. അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി, ഒരു സാധാരണ മത്സ്യക്കുഞ്ഞല്ല. അതിനെ താങ്ങിയെടുത്ത് സമുദ്രതീരത്ത് കൊണ്ടുപോയി കടൽ വെള്ളത്തിലേക്ക് അങ്ങോട്ട് പറഞ്ഞയച്ചു. തൊഴുതു പ്രാർത്ഥിച്ചു പറഞ്ഞു, അങ്ങ് സാധാരണ മത്സ്യക്കുഞ്ഞല്ല എന്ന് എനിക്ക് മനസ്സിലായി, അങ്ങ് ആരാ? പറഞ്ഞു, രാജാവേ, അങ്ങയുടെ ഊഹം ശരിയാ, ഞാൻ മത്സ്യാവതാര സ്വരൂപിയായിരിക്കണ ഭഗവാൻ. ഇനി എന്റെ യഥാർത്ഥ അവതാരം വരാനിരിക്കണു. അങ്ങേക്കൊരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഇന്നേക്ക് 7ാമത്തെ ദിവസം പ്രളയം. അങ്ങ് എന്ത് ചെയ്യണം? സകല ജീവജാലങ്ങളുടെയും ബീജം ശേഖരിച്ച് ഇവിടെ കാത്തു നിൽക്കണം. ആ സമയത്ത് സപ്തർഷികൾ കയറിയൊരു തോണി ഇതിലേ വരും, അങ്ങ് അതിൽ കയറി പറ്റണം. പ്രളയകാലം കഴിയുന്നത് വരെ ഞാൻ അങ്ങേക്ക് വേദോപദേശം ചെയ്യാം. അല്ലെ, ഓടിപ്പോവാണ്. ഈ കഥ നമ്മള് മത്സ്യാവതാര കഥയായിട്ട് ഭാഗവതത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞതുപോലെ 7ാം ദിവസം പ്രളയം, സപ്തർഷികൾ കയറിയ തോണി വരുന്നു, ഇദ്ദേഹം അവിടെ കയറി കൂടുന്നു. ആ സമയത്താണ് ഏകശൃംഗതരോ മത്സ്യ ഹൈമോ നിയുതയോജന, 10,000 യോജന വിസ്തൃതിയില് ഏകശൃംഗധരോ, ഒരു ഒറ്റക്കൊമ്പോടുകൂടി, ഹൈമോ സ്വർണ്ണ നിറത്തോടുകൂടി, രോഹിത മത്സ്യത്തിന്റെ ആകൃതിയിൽ ഭഗവാന്റെ മത്സ്യാവതാര സ്വരൂപം. ഭഗവാൻ സകല ഉപദേശങ്ങളും ഇദ്ദേഹത്തെ ഉപദേശിച്ചു കൊടുക്കണു. അതിനുശേഷം പറഞ്ഞു, ഈ സത്യവ്രതൻ, അങ്ങ് ഈ ജന്മം കഴിഞ്ഞാൽ സൂര്യഭഗവാനിൽ ചെന്ന് ലയിക്കും, അവിടെ നിന്ന് സൂര്യപുത്രനായിട്ട് അങ്ങ് ജനിക്കും. പറഞ്ഞ പോലെ പ്രളയം കഴിയണു, അദ്ദേഹത്തിന്റെ ജന്മം അവസാനിച്ചു. അദ്ദേഹം സൂര്യനിൽ പോയിട്ട് ലയിച്ചു. സൂര്യൻ എത്രയെന്നറിയോ? 12 സൂര്യന്മാരുണ്ട് എന്നാ പറയാ. 12 സൂര്യന്മാര്. അതൊക്കെ കാവ്യാത്മകമായിട്ട് പറയാണ്. എന്താ അതിന്റെ അർത്ഥം? 12 മാസമാണ് ഒരു വർഷം. ഓരോ വർഷത്തിലും ഓരോ മാസത്തിലും സൂര്യന് ഓരോ പേരുണ്ട് അല്ലേ? അപ്പൊ നോക്കൂ, കുംഭം മീനം മാസങ്ങളിൽ സൂര്യന്റെ ചൂടാണോ മറ്റു മാസങ്ങളിൽ ഉണ്ടാവുക? അല്ല.
ഇടവം മിഥുനം കർക്കിടകത്തിലൊക്കെ എത്ര ചൂടുണ്ടാവൂലേ? അപ്പൊ ആ മാസങ്ങളിൽ സൂര്യന് വേറെ പേര്, 12 പേരുകളിൽ സൂര്യൻ അറിയപ്പെടുന്നു. അതിലൊരാളാണ് വിവസ്വാൻ. ആ വിവസ്വാനിൽ ചെന്ന് ഇദ്ദേഹം ലയിച്ചു. വിവസ്വാൻ എന്ത് ചെയ്തു? വിവസ്വാൻ എന്ന് പറയുന്ന സൂര്യൻ ത്വഷ്ടാവ് എന്ന് പറയുന്ന ദേവന്റെ മകളായ സംജ്ഞയെ വിവാഹം ചെയ്തു. കഥ നല്ലോണം കേൾക്കണേ. സംജ്ഞയെ വിവാഹം ചെയ്തു. ഈ വിവസ്വാന് സംജ്ഞയിൽ ഒരു ഉണ്ണി ഉണ്ടായി. ആര്? ഈ പറയുന്ന സത്യവ്രത രാജാവ് ഉണ്ണിയായിട്ട് പറഞ്ഞു. വിവസ്വാന്റെ പുത്രനായതുകൊണ്ട് വൈവസ്വതൻ, ഇങ്ങനെയാണ് പേരൊക്കെ കിട്ടുന്നത്. വിവസ്വാന്റെ പുത്രൻ വൈവസ്വതൻ. അച്ഛന്റെ അതേ സ്വഭാവം, അതേ രീതി, സൂര്യന്റെ അതേ സ്വഭാവം, അതുകൊണ്ട് വൈവസ്വതൻ എന്ന് പേരിട്ടു. ഇനിയാണ് കഥയുടെ 2ാം ഭാഗം. എന്താ? ഈ വിവസ്വാന്റെ ചൂട് വളരെ അധികമാണ്. ഭർത്താവ് ചൂടനായാൽ ഭാര്യയുടെ അവസ്ഥ എന്താ? വെറുതെ ആലോചിച്ചാൽ മതി അല്ലേ? ഭർത്താവ് തനി ചൂടൻ, ഇത് അക്ഷരാർത്ഥത്തിൽ ചൂടൻ. എന്താ അത്ര ചൂടാ, അടുത്തേക്ക് എടുക്കാൻ വയ്യ. അപ്പൊ സംജ്ഞ വിചാരിച്ചു, ഇദ്ദേഹത്തെ ചൂട് കുറയ്ക്കാൻ വല്ല വഴി ഉണ്ടോ? ആരോ പറഞ്ഞു തപസ് ചെയ്താൽ മതി, ചൂടൊക്കെ കുറയും. എന്നാ ഭർത്താവിന് ചൂടൊന്ന് കുറയ്ക്കണം. സംജ്ഞ പുറപ്പെട്ടു. എന്നാൽ ഭർത്താവ് അറിഞ്ഞാൽ ഇത് സമ്മതിക്കില്ല. കാരണം താൻ തപസ് ചെയ്യാൻ പോകുമ്പോൾ എത്ര കാലം തപസ് വേണ്ടി വരും അറിയില്ല. അത്ര കാലം ഇദ്ദേഹത്തിന് കാര്യക്കാരാ നോക്കുക. അതുകൊണ്ട് എന്ത് ചെയ്തു? തന്റെ ഛായയിൽ നിന്നും തന്നെ പോലെ ഒരുത്തിയെ സംജ്ഞ ഉണ്ടാക്കി. കഥ ശ്രദ്ധിക്കണേ. തന്റെ അതേ രൂപം, തന്റെ അതേ നിറം, സമാന വർണ്ണയായതുകൊണ്ട് അവൾക്ക് പേര് കൊടുത്തു സവർണ. ശ്രദ്ധിക്കണേ, സവർണ. സംജ്ഞ തന്നെ. എന്നിട്ട് അവളോട് പറഞ്ഞു, ഞാൻ തപസ് ചെയ്യാൻ പോവാണ്, എന്റെ ഭർത്താവിന്റെ കാര്യമൊക്കെ നല്ലോണം നോക്കണം കേട്ടോ. തപസ് ചെയ്യാൻ പോയി. പറഞ്ഞതുപോലെ നല്ലോണം നോക്കി. ആരെ? സൂര്യഭഗവാനെ. ഒരു കുഞ്ഞും ഉണ്ടായി. ആ കുഞ്ഞിന്റെ പേര് സാവർണി. അപ്പൊ പേര് വന്നതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. സവർണയുടെ പുത്രനായതുകൊണ്ട് സാവർണി, വിവസ്വാന്റെ പുത്രനായതുകൊണ്ട് വൈവസ്വതൻ. വൈവസ്വതൻ ഇപ്പോഴത്തെ മനു, 7ാമത്തെ മനു. ഇനി വരാൻ പോണത് അടുത്ത ആള് സാവർണി, സവർണയുടെ പുത്രൻ. സൂര്യന്റെ പുത്രനാണ്. സവർണ എന്ന് പറയുന്ന അമ്മയിലുണ്ടായതാണ് 8ാമത്തെ മനുവായിട്ട് വരിക. ഈ 8ാമത്തെ മനുവിന് 2 സഹോദരന്മാരുണ്ട്. ഒന്ന് ശനി, ഒന്ന് തപതി. ഇങ്ങനെ പുരാണ കഥ നീണ്ടു പോണു, അതിലേക്ക് നമ്മൾ പോണില്ല. ഏതായാലും സാവർണി. ഈ സാവർണി 8ാമത്തെ മനുവായിട്ട് വരുന്നു. ആ കാലത്ത് നടക്കുന്ന കഥകളാണ് ദേവി മഹാത്മ്യത്തിൽ പറയുന്നത്. ഇത്രയും കേട്ടപ്പോ പറഞ്ഞു, സത്യവ്രത രാജാവ് വൈവസ്വത മനുവായി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ സാവർണിയായിട്ട് വന്നത് ആരാ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ദേവി മഹാത്മ്യത്തിന്റെ ആമുഖത്തുള്ള കഥ, സുരഥ മഹാരാജാവിന്റെ കഥയിലേക്ക് നമ്മൾ എത്തുന്നു. എന്താ സുരഥ മഹാരാജാവിന്റെ കഥ? ചൈത്രവംശത്തില് സ്വരോജിഷ മന്വന്തരത്തിൽ ജനിച്ച ആളാണ് സുരഥൻ. സുരഥൻ, വാക്കൊക്കെ നല്ല ശ്രദ്ധിക്കണേ. സുരഥ മഹാരാജാവ്. ആരായി സുരഥൻ? നല്ല രഥത്തോടുകൂടിയവൻ അല്ലേ? ഈ പുരാണ കഥകളൊക്കെ കേൾക്കുമ്പോഴേ ഇതൊക്കെ ഏതോ കാലത്ത് എവിടെയോ നടന്നത് വിചാരിക്കുക. ഇതൊക്കെ നമ്മളുടെ കഥയാണ്. ദശരഥൻ രാമായണത്തിൽ കേട്ടില്ലേ? നമ്മൾ മനസ്സിലാക്കിയത് എന്താ? 10 ദിക്കിലേക്കും ഒരുപോലെ രഥം ഓടിച്ച ആളായതുകൊണ്ട് അയാൾക്ക് പേര് കൊടുത്ത എല്ലാവരും കൂടി അതൊക്കെ കഥയാണ് അല്ലേ? അതിന്റെ ഉള്ളിലേക്കൊന്ന് കിടക്കുമോ? നമ്മളൊക്കെ ദശരഥന്മാരാ. എന്താ രഥം? ശരീരം രഥമേവച. ഈ ശരീരത്തെയാണ് എന്ത് പറയണത്? രഥം. ഈ രഥത്തിൽ കെട്ടിയ കുതിരകളുടെ പേരാണ് ഇന്ദ്രിയാണി ഹയാണ്യാഹു. ഇന്ദ്രിയങ്ങളാണ് ഈ രഥത്തെ വലിക്കണ കുതിര. കണ്ണാണ് ഒരു കുതിര. ഒരു കുതിര ആരാ? ചെവിയാണ്. ഒരു കുതിര ആരാ? മൂക്കാണ്. ഒരു കുതിര ആരാ? നാക്കാണ്. ഒരു കുതിര ആരാ? ത്വക്കാണ്. ഈ 5 കുതിരകളും ശരീരമാണ് രഥത്തെ വലിക്കും. കണ്ണ് എവിടേക്കാ വലിച്ചു കൊണ്ടുപോവാ? നല്ല കാഴ്ചയുള്ള സ്ഥലത്തേക്ക് കണ്ണ് ശരീരത്തെ കൊണ്ടുപോകും. ചെവി പറയും അങ്ങോട്ട് പോകണ്ട, അവിടെ നല്ല ഗാനമേ വേണ്ട, നമുക്ക് അത് പോയിട്ട് കേൾക്കുക അല്ലേ? നാവ് പറയും അതിനൊന്നും പോകണ്ട, ഗംഭീര സദ്യ അവിടെ നടക്കണം, അത് പോയിട്ട് കഴിക്കാം അല്ലേ? അപ്പൊ ചുരുക്കത്തിൽ 5 ഇന്ദ്രിയങ്ങളും 5 സ്ഥലത്തേക്ക് ഈ രഥത്തെ വലിച്ച അവസ്ഥ എന്താ ഉണ്ടാവുക? പുരാണങ്ങൾ പറയും 5 ഭാര്യമാരുള്ള ഭർത്താവിന്റെ അവസ്ഥയാവുന്ന. ഒരു ഭാര്യ വലത് കൈ പിടിച്ച് ഇങ്ങോട്ട് വരുവാറ അങ്ങോട്ട് വലിക്കുക. വേറൊരു ഭാര്യ ഇടത് കാലം പിടിച്ച് ഇങ്ങോട്ട് വരും അങ്ങോട്ട്. മറ്റു 2 ഭാര്യമാര് 2 കാലും പിടിച്ചു, ഒരാള് തലയും പിടിച്ചു. ഇയാളുടെ അവസ്ഥ എന്താവും? 5 ഭാര്യമാർക്ക് തുല്യ ശക്തിയാണെന്ന് വിചാരിച്ചോളൂ. ശരീരം 5 കഷ്ണമായിട്ട് മാറും. എന്നാൽ ആലോചിച്ച് നോക്കൂ, ഈ 5 പേരും കൂടി ഒരു ദിക്കിലേക്കാണ് വലിക്കണ വെച്ചാലോ
അതാണ് ഏറ്റവും പ്രധാനമായിട്ടത്. ഇന്ദ്രിയാണി ഹയാന്യാഹു, ഇന്ദ്രിയങ്ങളാണ് കുതിരകൾ. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. അപ്പൊ എത്രയായി? 10. അതാണ് ദശരഥൻ. 10 ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോണ നമ്മളൊക്കെ ആരാ? ദശരഥന്മാരാ. അവിടെ മനഃപ്രഗ്രഹമേവച, ഈ കുതിരകളെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാണാണ് മനസ്സ്. ബുദ്ധിം തു സാരഥിം വിദ്ധി, അതിനെ തെളിക്കുന്ന തേരാളിയാണ് ബുദ്ധി. ബുദ്ധി പറഞ്ഞതനുസരിച്ച് മനസ്സ്. നേരത്തെ പറഞ്ഞില്ലേ, പത്നിയും മനോരമാം ദേഹി. ബുദ്ധി മനസ്സിനെ നിയന്ത്രിക്കണു, ആ മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണു. ബ്രഹ്മതത് ലക്ഷ്യമുച്ചത്തെ, ഭഗവത് പദങ്ങളിലെ മോക്ഷമാണ് ലക്ഷ്യം. അപ്പൊ സുരഥനാര? നല്ല ശരീരത്തോടുകൂടിയവൻ, അതാണ് സുരഥൻ. നമ്മളൊക്കെ സുരഥന്മാരാ. സംശയം ഉണ്ടെങ്കിൽ കണ്ണാടി പോയി നോക്കുക, ഒക്കെ നല്ല സുരഥന്മാരാണ് നമ്മളൊക്കെ, അല്ലെ? ഈ സുരഥൻ ചൈത്രവംശത്തിൽ ജനിച്ചു, അതിഗംഭീരായിരുന്നു. കഥ പരത്തി പറയുന്നില്ല. ഒരിക്കൽ നായാട്ടിന് പുറപ്പെട്ടു. അങ്ങനെ നായാട്ടിന് വേണ്ടി ചെന്ന് ഒരു പന്നി, കാട്ടുപന്നിയുടെ പിന്നാലെ അദ്ദേഹം രഥത്തില് കുതിരപ്പുറത്ത് പുറപ്പെട്ടു. അമ്പെയ്തു. പന്നിയുടെ വയറിന് ഇടത് വയറിന്റെ ഭാഗത്ത് ഈ അമ്പ് കൊണ്ടു. ഒരു പ്രയോഗല്ലേ, അമ്പ് കൊണ്ട പന്നിയെ പോലെ, അല്ലെ? പിന്നെ അത് തട്ടിത്തെറിപ്പിച്ച് ഓടി. പിന്നാലെ രാജാവും. എന്തിനധികം, കാടിന്റെ ഉള്ളിലേക്ക് അത് ഓടിപ്പോയി. പിന്തുടർന്ന് സുരത മഹാരാജാവും പോയി. അവിടെ കാട്ടാളന്മാര് താമസിക്കുന്ന സ്ഥലമുണ്ട്, അവിടേക്ക് എത്തി പന്നി. പന്നി ഇങ്ങനെ അലറി വരുന്ന കണ്ടപ്പോ കാട്ടാളന്മാർ ഒരാൾ ഒരു അമ്പെടുത്ത് ഇപ്പുറത്ത് വലത് വയറിന് ചെയ്തു. അതും തറച്ചു. എന്തിനധികം, ഈ പന്നി അവിടെ ചത്തുമലച്ച് വീണു. താൻ അമ്പയുടെ പന്നിയെ നോക്കി രാജാവ് വന്നു. രാജാവ് നോക്കുമ്പോ കാണുന്നത് എന്താ? പന്നി അവിടെ ചത്ത് കിടക്കുന്നുണ്ട്. രാജാവ് പറഞ്ഞു, ഈ പന്നി എന്റെ അമ്പയത്ത് മരിച്ചതാണ്, എനിക്കിതിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകണം. കാട്ടാളന്മാര് പറഞ്ഞു, അതൊന്നും പറ്റില്ല, ഞങ്ങളുടെ അമ്പ് കൊണ്ടിട്ടാണ് അത് മരിച്ചത്. അങ്ങോട്ട് ചിരിച്ചു കടത്തി നോക്കൂ, ഇത് ഞങ്ങളുടെ അമ്പാണ്. ഒരു കാര്യമില്ലാണ് രാജാവ് തർക്കിച്ചു. മഹാരാജാവാണ്, അല്ലേ? ഈ ഒരു പന്നിയുടെ ആവശ്യം അദ്ദേഹത്തിന്. പക്ഷേ തർക്കം രൂക്ഷമായി. എന്തിനധികം, കാട്ടാളന്മാരുമായിട്ട് യുദ്ധം ചെയ്തു. ഒടുവിൽ കാട്ടാളന്മാര് രാജാവിനെ തോൽപ്പിച്ച് അവിടെ പിടിച്ച് കെട്ടി. ക്ഷമാപണം ചെയ്ത് രാജാവ് ദയ തോന്നിയ അവരെ അഴിച്ചുവിട്ടു. പക്ഷെ ഒരു കുഴപ്പമുണ്ടായി. കാട്ടാളന്മാരോട് പോരാടിയിട്ട് മഹാരാജാവ് തോറ്റു. വാർത്ത എവിടെ എത്തി? കൊട്ടാരത്തിലെത്തി. ഇദ്ദേഹം തിരിച്ചു വന്നപ്പോ ഒരാളും സ്വീകരിക്കണില്ല, ബഹുമാനം. എല്ലാവരും പുച്ഛിച്ച് ചിരിക്കാൻ തുടങ്ങി. ശ്രദ്ധിക്കണം കേട്ടോ. ഇതുവരെ തന്നെ കണ്ടാൽ എഴുന്നേറ്റ് ബഹുമാനിച്ചിരുന്ന പ്രജകള്, മറ്റ് ഭരണാധികാരികള്, എന്തിന് മക്കള്, എന്തിന് ഭാര്യ വരെ നാണം കെടുത്തിയില്ലേ മനുഷ്യാന്നും പറഞ്ഞ് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി. അന്ന് കൊട്ടാരത്തിൽ ചിന്തിച്ചു, ഒരാള് തന്നെ ശ്രദ്ധിക്കണില്ല. മറ്റത് എന്താ വേണ്ട ചോദിച്ചാൽ എല്ലാവരും വന്നിട്ട് ഇപ്പൊ വിളിച്ചാൽ പോലും ഒരു മനുഷ്യൻ അടുത്തേക്ക് ഒരു നാണം കെടുത്തി. എന്താ, കാട്ടാളന്മാരോട് പോയിട്ട് യുദ്ധം ചെയ്ത് തോറ്റ് ഉന്നം പാടി വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് ഒരാൾ അടുത്തേക്ക് വന്നില്ല. അദ്ദേഹം വിചാരിച്ചു, തനിക്ക് വിലയില്ലാത്തിടത്ത് താനിനി ഇരിക്കുന്നില്ല, ഒപ്പണം. അവിടുന്ന് എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ നായാട്ടിന് പോവുകയാണ് എന്ന് ഉറക്ക പറഞ്ഞു. ആരും പ്രതികരിച്ചില്ല. എവിടേക്കാശ പോയിക്കോളൂന്ന് എല്ലാവരും ഭാവിക്കില്ലേ. വളരെ വിഷമത്തോടുകൂടി അദ്ദേഹം കൊട്ടാരൊക്കെ വിട്ടിറങ്ങി. മക്കളും ശ്രദ്ധിച്ചില്ല, ഭാര്യയും ശ്രദ്ധിച്ചില്ല. അങ്ങനെ തിരിച്ച് വഴി തെറ്റി എവിടെയോ കാട്ടിലൂടെ നടക്കുന്നു. അങ്ങനെ നടക്കുമ്പോഴാണ് ദൂരെ ഒരു ആശ്രമം കണ്ടു എന്ന്. ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. എങ്ങനെ ദൂരത്തുനിന്ന് കാണുമ്പോൾ അത് ആശ്രമാന്ന് മനസ്സിലാവുക? പുരാണങ്ങൾ, കാവ്യങ്ങളൊക്കെ അങ്ങനെ പറയാ. ആശ്രമത്തെ എങ്ങനെ പുരാണങ്ങളൊക്കെ അവതരിപ്പിക്കാന്നറിയോ? ആശ്രമത്തിന് ചുറ്റുപാടുകൾ വർണ്ണിക്കും. നല്ല ഫലവൃക്ഷങ്ങള്, എല്ലാ വൃക്ഷങ്ങളും നിറയെ കായികനികള്, ഫലങ്ങള്. എന്തിന്? പരസ്പരം ശത്രുതയുള്ള ജീവികൾ പോലും സൗഹാർദ്ദത്തോടു കൂടി കഴിയും. ആരെങ്കിലും മനസ്സ് കണ്ടു നോക്കൂ. സിംഹം അങ്ങനെ കടന്നുറങ്ങ, അല്ലെ? മുയലൊക്കെ സിംഹത്തിന് മീശരവുമൊക്കെ പിടിച്ചു വലിക്കുക, കുട്ടികൾ കളിക്കണ പോലെ. പൂച്ചയും എലിയും കൂടി തൊട്ട് കളിക്കുക, എന്ത് രസം ഉണ്ടാവും കാണാൻ. നോക്കൂ, പാമ്പും കീരിയും കൂടി മുങ്ങി കുളിക്കുക, നല്ല രസമുള്ള കാഴ്ചകളാവും, അല്ലെ? ഇങ്ങനെ എല്ലാവരും കൂടി സന്തോഷപ്പെട്ട് കഴിയണം. എന്താ കാരണം? അവിടെയുള്ള തപസ്സിയുടെ തപശക്തിയാണ് ശാന്തി. അവിടെ വിദ്വേഷത്തിന് സ്ഥാനം ഇല്ല. ഒരാശ്രമാണ്, മനസ്സിലായി. അവിടെ കയറി ചെന്നു നോക്കുമ്പോ എന്താ? സുമേധസ് മഹർഷിയുടെ ആശ്രമമാണ്. വൈകുന്നേരമായപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു, എനിക്ക് സന്ധ്യാവന്തന്റെ സമയമായി, അങ്ങ് അവിടെ വിശ്രമിക്കും. അദ്ദേഹം സന്ധ്യാവന്തനാദികൾക്ക് പോയി. ഇതേ സമയത്ത് മറ്റൊരാൾ ഇതുപോലെ അവിടെ
അലഞ്ഞു തിരിഞ്ഞെത്തി. അദ്ദേഹത്തിന്റെ പേര് സമാധി എന്ന. സുരത മഹാരാജാവ് ചോദിച്ചു, അങ്ങ് ആരാ? അദ്ദേഹം പറഞ്ഞു, സമാധിർനാമ വൈശ്യോഹം, ഞാനൊരു കച്ചവടക്കാരനാ, വൈശ്യനാ, എന്റെ പേര് സമാധി എന്നാ. എന്നിട്ട് എന്താ അങ്ങ് ഇവിടെ വരാൻ? ഒന്നും പറയണ്ട, തന്റെ കഥ പറഞ്ഞു സമാധി. എന്താ, എനിക്ക് രത്നക്കച്ചവടമായിരുന്നു, ഞാൻ നല്ല പ്രതാപിയായിരുന്നു അല്ലേ. വൈശ്യന്മാരുടെ ഏറ്റവും വലിയ എന്താ പറയാ കുലത്തൊഴിൽ എന്ന് പറഞ്ഞാൽ ധനം സമ്പാദിക്കുക, കച്ചവടമാണ്. ഞാൻ നിസാര കച്ചവട ധനം, അനവധി ധനം. എങ്ങനെയാ? രത്നങ്ങൾ വിൽക്കും. അത് ഇവിടെ ഒന്നല്ല, മറുദേശങ്ങളിൽ പോയിട്ടൊക്കെയാണ് രത്നങ്ങൾ വിൽക്കുക. ധാരാളം പണം കിട്ടും. അങ്ങനെ പണം കിട്ടിയാലോ ആ കിട്ടിയ ലാഭത്തിന് വീണ്ടും ഞാൻ ചെയ്യും, രത്നങ്ങൾ വാങ്ങും, വീണ്ടും വിൽക്കും. ഇങ്ങനെ ഒരിക്കൽ ഞാൻ തീരുമാനിച്ചു, ഇനി ഈ രത്ന കച്ചവടം നിർത്താം. ഇഷ്ടം പോലെ പണമില്ലേ ആട്ടെ. അവസാനത്തെ ഒരു കച്ചവടം, ഉള്ള പണം മുഴുവൻ എടുത്ത് അനവധി രത്നങ്ങൾ വാങ്ങി. അദ്ദേഹം തീരുമാനിച്ചു, ഇതോടുകൂടി ഞാൻ ഈ കച്ചവടം നിർത്തും. എന്നിട്ട് വലിയൊരു കപ്പലിൽ ഈ രത്നങ്ങളൊക്കെ കയറ്റി മറ്റ് ദേശങ്ങളിലേക്ക് പോവുക. എന്തിനധികം, ഒരു കടൽക്ഷോഭത്തിൽപ്പെട്ട് ഈ കപ്പൽ തകർന്നു. ശ്രദ്ധിക്കണേ, ഈ ജീവിതം കൊണ്ട് താൻ ഉണ്ടാക്കിയ രത്നങ്ങൾ മുഴുവൻ കടലിൽ പോയി. എങ്ങനെ അദ്ദേഹം മാത്രം രക്ഷപ്പെട്ട് തിരിച്ച് വീട്ടിലെത്തി. എങ്ങനെയാണോ സുരത മഹാരാജാവിനെ കൊട്ടാരത്തിലുള്ളവർ സ്വീകരിച്ചത്, അതേപോലെ തന്നെയാണ് തന്റെയും അനുഭവം. കയ്യിൽ 5 പൈസ ഇല്ല, അതുകൊണ്ട് വീട്ടിൽ ഒരു വിലയും ഉണ്ടായില്ല. വാൽമീകി മഹർഷി കഥ പറഞ്ഞു, രത്നാകരൻ എന്ന് പറഞ്ഞ കാട്ടാളൻ സപ്തർഷികളൊക്കെ പിടിച്ചു കെട്ടിയിട്ടേ പറഞ്ഞു, സപ്തർഷികൾ നീ ചെയ്യുന്നതിനൊക്കെ പാപണ്ട്, നീ എന്തിനാതൊക്കെ ചെയ്യണത് പറഞ്ഞു. ഞാൻ വഴിയാത്രക്കാരെയൊക്കെ പിടിച്ചു നിർത്തി അവരുടെ കയ്യിലൊക്കെ തട്ടിപ്പറിക്കും, എന്നിട്ട് മക്കൾക്കും ഭാര്യയ്ക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കും. അവരിത് വാങ്ങുമോ? പിന്നെ അവർ സന്തോഷത്തോട് വാങ്ങും. അപ്പോഴാ സപ്തർഷികൾ പറഞ്ഞു, എന്നാൽ ഒരു കാര്യമുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ നിനക്ക് പാപമുണ്ട്, ഈ പാപവും അവര് പങ്കിട്ടെടുക്കുവോ? രത്നാകരൻ പറഞ്ഞു, എന്താ സംശയം, ഞാൻ കൊണ്ടുപോണ ആഭരണങ്ങളും വസ്ത്രങ്ങളും ആഹാരമൊക്കെ പങ്കിട്ടെടുക്കുന്നുണ്ടെങ്കിൽ പാപവും പങ്കിട്ടെടുക്കും. സപ്തർഷികൾ പറഞ്ഞു, ഞങ്ങൾക്ക് സംശയമുണ്ട്, നീ ഒന്ന് പോയി ചോദിച്ചിട്ട് വാ. രത്നാകരൻ പറഞ്ഞു, എന്റെ പിടിന്ന് രക്ഷപ്പെടാനല്ലേ നിങ്ങളിവിടെ പിടിച്ചു കെട്ടും. ഒരു അരയാൽ മരത്തില് 7 മഹർഷിമാരെയും കയറുകൊണ്ട് പിടിച്ചു കെട്ടി അദ്ദേഹം വീട്ടിലേക്ക് പോയി. ഭാര്യയും മക്കളും കാത്തിരിക്കാൻ നോക്കുമ്പോ കയ്യിൽ ഒന്നും ഇല്ലാണ്ടാണ് വരണത്. ചോദിച്ചൊന്നും കിട്ടിയില്ലേ. അപ്പോഴാ പറഞ്ഞത്, അതൊക്കെ ഒന്ന് ഇരിക്കട്ടെ, എനിക്കൊരു ചോദ്യമുണ്ട്, ഞാൻ കൊണ്ടുവരുന്ന ഈ കളവ് മുതലൊക്കെ നിങ്ങൾ പങ്കിട്ടെടുക്കണം, അങ്ങനെയാണെങ്കിൽ എന്റെ പാപവും നിങ്ങൾ പങ്കിട്ടെടുക്കില്ലേ? അപ്പൊ ഭാര്യ പറഞ്ഞു, അതിനൊന്നും ഞങ്ങളെ കിട്ടില്ല. താൻ നിരന്തരം ചെയ്യണ കർമ്മങ്ങൾ താൻ അനുഭവിക്കുക, ഞങ്ങളെ പോറ്റുക എന്നുള്ളത് കുടുംബനാഥനായ അങ്ങയുടെ കർത്തവ്യം. ഞങ്ങൾ പറഞ്ഞു തട്ടിപ്പറിക്കുക, അതുകൊണ്ട് അതൊന്നും പറ്റില്ല, എന്താച്ചാ ഇവിടുന്നാച്ചാ കൊണ്ടുവരാൻ നോക്കൂ. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, ഇതുകൊണ്ടൊന്നും കാര്യമില്ല. തിരിച്ചു ചെന്നു, സപ്തർഷികളെ കയറൊക്കെ കെട്ടഴിച്ചു വീണു, അവിടെ നമസ്കരിച്ചു. രാമാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് പറയാൻ പറ്റണു അല്ലേ? പറഞ്ഞ വിപര്യ തിരിച്ചു പറഞ്ഞു കൊടുത്തു. അദ്ദേഹം 50 തവണ പറഞ്ഞാൽ രാമ 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 എന്നായിട്ട് മാറും. അപ്പൊ പറഞ്ഞതുപോലെ ധനമില്ലാത്തത് കൊണ്ട് ആരും വകവെച്ചില്ല. ഈ കഥയൊക്കെ കേൾക്കുമ്പോഴേ ഇതൊരു സുരഥന്റെ കഥയല്ലേ, ഇതൊരു സമാധിയുടെ കഥയല്ലേ, ഇങ്ങനെ ഒന്നും വിചാരിക്കേണ്ട, നമ്മുടെ ഒക്കെ കഥ തന്നെയാണ്. ഏതാനുമുണ്ട് നിജ കൈവശമെന്നിരുന്നാൽ ആരാനുമുണ്ട് സദാ പറയുന്നു ലോകം. ഈ വാണി എത്ര ശരി, മാങ്ങ പറിച്ചൊഴിഞ്ഞാൽ മാവിൻ ചുവട്ടിലിവനെന്തിന് പോയിടുന്നു. ഏതാനുമുണ്ടു നിജ കൈവശമെന്നിരുന്നാൽ ആരാനുമുണ്ട് സദാ പറയുന്നു ലോകം. എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ട് അല്ലേ? പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എവിടുന്ന് വേണമെങ്കിലും എലി വരും. ഏതുവരെ? ഇത് കഴിയണവരെ. ഈ വാണി എത്ര ശരി, മാങ്ങ പറിച്ചൊഴിഞ്ഞാൽ മാവിൻ ചുവട്ടിൽ ഇവൻ എന്തിനു പോയിടുന്നു. ഇപ്പൊ നമ്മൾ മാവിന്റെ ചുവട്ട് പോകും, എന്താ കണ്ണിമാങ്ങയൊക്കെ ആയിട്ടുണ്ട്. ഏതുവരെ പോവും? ആ മാങ്ങ പഴുത്ത് കഴിയുന്നത് വരെ പോവും. മാമ്പൂവായപ്പോ തന്നെ തുടങ്ങി നമ്മളെ അല്ലേ പല അഭ്യാസവും. ഇനിയോ, ഇനി ആ പഴമാങ്ങയും കൂടി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാ പോവാ? ഇനി അടുത്ത കൊല്ലം മാവ് പൂക്കുമ്പോ. അതിന് മുമ്പ് ആരെങ്കിലും പോവോ? ഇല്ല എന്നാ. അതുപോലെയാണ് നമ്മുടെ കയ്യിലുള്ള അർത്ഥത്തിന്, നമ്മുടെ സ്വാധീനത്തിന്, നമ്മുടെ ആരോഗ്യത്തിന്, ഇതിന്റെയൊക്കെ പങ്ക് പറ്റാൻ എല്ലാവരും ഉണ്ടാവും. ഇതില്ലാത്തൊരവസ്ഥ വരും. അപ്പോഴാ അമ്മയുടെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിക്കുക. എന്ത്? അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. എന്താ അർത്ഥം? അന്യഥാ ശരണം നാസ്തി, ഭഗവാൻ എനിക്ക് ആരുമില്ലേ,
ത്വമേവ ശരണം മമ, അവിടുന്ന് മാത്രമേ ശരണുള്ളൂ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ശരിക്കും ഇത് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാ ഞാൻ പറയാ. എന്താ അതിനൊരു ഒരു ദുസ്സൂചനയുണ്ട്. എന്താ ദുസ്സൂചന? അന്യഥാ ശരണം നാസ്തി, ഭഗവാനിക്ക് ആരും ശരണല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമോന്നാ അല്ലേ? അങ്ങനെ ഒരു അർത്ഥമുണ്ടല്ലോ. അപ്പോ ആരും ഇല്ലാത്തോണ്ടാണ് ഇപ്പൊ അങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇത് എപ്പോ തോന്നണം എന്നറിയോ? എല്ലാരും ഉള്ളപ്പോ തോന്നണം. ത്വമേവ മാതാച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ മാരുദേശ. അച്ഛനും അമ്മയും സുഹൃത്തും വഴികാട്ടിയും ബന്ധുവും ഇല്ലേ, ഒക്കെ ആര് തന്നെ? അങ്ങ് തന്നെയാണ് എന്ന് എപ്പോ തോന്നണം? എല്ലാവരും ഉള്ളപ്പോ തോന്നണം അല്ലെ? ഗജേന്ദ്രൻ അപ്പൊ തോന്നില്ല, ആരും ഇല്ല എന്ന് മനസ്സിലായപ്പോ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ, ഇത് ആദ്യമേ നമുക്ക് തോന്നേണ്ടതുണ്ട്. അപ്പൊ പറ്റിയ കുഴപ്പം എന്താ? ഇവരൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു അല്ലേ? അച്ഛൻ രക്ഷിക്കും, അമ്മ രക്ഷിക്കും, ഭാര്യ രക്ഷിക്കും, ഭർത്താവ് രക്ഷിക്കും, എന്റെ ഉദ്യോഗം രക്ഷിക്കും, എന്റെ സ്വാധീനം രക്ഷിക്കും, എന്റെ സമ്പത്ത് രക്ഷിക്കും. എന്നാൽ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ആണ് ഇപ്പൊ ആരും സുരഥനും സമാധിയും. അവര് രാത്രി ആ ആശ്രമത്തിൽ കൂടിയുന്ന. അപ്പൊ അവര് തമ്മിലൊരു ഐക്യം വന്നു. എന്താ? രണ്ടു പേർക്കും തുല്യ ദുഃഖിതരെ എന്ന് പറയില്ലേ നമ്മള്? രണ്ടുപേരുടെയും അവസ്ഥ ഏതാണ്ട് ഒരേപോലെ. അതുകൊണ്ട് അവര് തമ്മിൽ അവിടെ ഇരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ രാത്രിയായിട്ട് ഇവർ ഉറങ്ങണില്ല. സുരഥൻ സമാധിയോട് ചോദിക്കും, അങ്ങ് ഉറങ്ങണില്ലേ? സമാധി പറയും, എനിക്ക് ഉറക്കം വരില്ല. അങ്ങ് എന്താ ഉറങ്ങാത്തത്? സുരഥനും പറയും, എനിക്ക് ഉറക്കം വരില്ല. എന്തേ? എന്താന്നറിയില്ല, വീടിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ ഇങ്ങനെ വരുന്നു. നോക്കണേ, ഇവിടെ രാജാവിന്റെ ചിന്തയെ കുറിച്ചൊക്കെ പറയൂട്ടോ, ഗംഭീരമായിട്ട് ദേവീമാഹാത്മ്യം പറയും. എന്താ? ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ആനക്കുട്ടി ഉണ്ട് അത്ര. അവിടെ ഇഷ്ടപ്പെട്ട ഒരു ആനക്കുട്ടി. സ്വന്തം കൈകൊണ്ടാണ് അത്ര ആനക്കുട്ടിക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുക. ആര്? മഹാരാജാവ്. സുരഥൻ ഇപ്പൊ വിചാരിക്കുക, എന്നോടുള്ള ദേഷ്യം എങ്ങാനും അവരൊക്കെ കൂടി എന്റെ ആനക്കുട്ടിയൊക്കെ ഉപദ്രവിക്കുണ്ടാവുമോ എന്നാവും, അതിന് പട്ടിണിക്ക് ഇടുന്നുണ്ടാവും. പിന്നെ വിചാരിക്കുകയാണ് അത്രേ, ധാരാളം ഖജനാവിൽ ഇഷ്ടം പോലെ സ്വർണവും പണമൊക്കെ ഉണ്ട്. സേനാനായകൻ എങ്ങാനും കലാപം ഉണ്ടാക്കിയിട്ട് അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും. പിന്നെ പറഞ്ഞു, തന്റെ ഭാര്യ അതിസുന്ദരിയാണ്, മന്ത്രി എങ്ങാനും തന്റെ ഭാര്യയെ കൊണ്ടുപോയി. എന്തിനധികം ഇവിടെ ഇരുന്നു കൊണ്ട് തന്റെ ഭാര്യയെ കുറിച്ചും തന്റെ ആനക്കുട്ടിയെ കുറിച്ചും തന്റെ ഖജനാവിനെ കുറിച്ചൊക്കെ ആര് ചിന്തിക്കണോ? സുരഥൻ ചിന്തിക്കുന്നു. സമാധി അതുപോലെ തന്നെ അല്ലേ? ഇതാണ് അല്ലേ? നമുക്കിത് വിട്ടുപോരാൻ ഈ പറയണ പോലെ തന്നെ. അപ്പൊ ഞാൻ തന്നെ പറയാണ്, ഇന്ന് ഇല്ല, അല്ലെങ്കിൽ നാളെ, ഇന്നിപ്പോ പോട്ടെ കഴിയാറായില്ലേ, നാളെ ഇവിടെ വന്ന പ്രഭാഷണം കേൾക്കണമൊക്കെ പ്രഭാഷണം കേട്ട് കഴിഞ്ഞാൽ മോക്ഷം കിട്ടും, നാളെ തന്നെ മോക്ഷം കിട്ടും എന്ന് പറഞ്ഞെന്ന് വിചാരിക്കുക. ഒരു മനുഷ്യൻ നാളെ ഇവിടെ ഉണ്ടാവില്ല. എന്താ? നമുക്ക് അത്ര വേഗമൊന്നും എന്ത് വേണ്ട? ഈ പറഞ്ഞ മോക്ഷം വേണ്ട. നമ്മൾ പറയുന്നേണോ മോക്ഷം വേണമെന്നൊക്കെ. ഇപ്പൊ ഭഗവാൻ അല്ലെങ്കിൽ നമ്മോട് പ്രത്യക്ഷപ്പെട്ട് പറയതാ, മോക്ഷം വേണ്ടവരൊക്കെ കണ്ണടച്ചോ, നിങ്ങളെ നേരെപ്പാട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നമ്മൾ പരമാവധി കണ്ണു കഴിച്ച് എനിക്കെന്താ, നമ്മൾ അത്ര വേഗമൊന്നും ഇപ്പൊ ഇവിടുന്ന് പോകാൻ താല്പര്യമൊന്നുമില്ല. ദേവേന്ദ്രന്റെ കഥ പറയില്ലേ? ദേവേന്ദ്രന് ഒരു ശാപം കിട്ടി. ഇത്രയും എന്താ ശാപം? 1 വർഷം പന്നിയായിട്ട് ജനിക്കണം. എന്താ? ദേവേന്ദ്രന് വന്നൊരു സങ്കടം, 1 വർഷം പന്നിയായിട്ട് ജീവിക്കണം ഭൂമിയില്. മറ്റു ദേവന്മാരൊക്കെ സമ്മതം സാരല്ല, എന്തൊക്കെ ചെയ്യാട്ടെ, ഞങ്ങളൊക്കെ ഇവിടെ കാത്തു രക്ഷിച്ചിരുന്നോളൂ, 1 വർഷം തികയണം, അന്ന് അങ്ങ് തിരിച്ചു വരൂ, അന്നേക്ക് വീണ്ടും ഈ സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കാലോ. വളരെ സങ്കടപ്പെട്ടു, കഷ്ടപ്പെട്ടു. എന്തിനധികം ദേവേന്ദ്രന് പന്നിയായിട്ട് ജനിച്ചു. സ്വതവേ പന്നികൾ എവിടെയാണ് ഉണ്ടാവുക? ഏറ്റവും വൃത്തികെട്ട സ്ഥലങ്ങളിലാണ്, ദുർഗന്ധമുള്ള സ്ഥലം, അഴുക്ക് ചാലിലൊക്കെ ഉണ്ടാവുക. അവിടെ കൂടി ഒരു പെൺപന്നിയെ കല്യാണമൊക്കെ കഴിച്ചു. കുറെ പന്നിക്കുട്ടികളൊക്കെ ഉണ്ടായിക്കുന്ന സകുടുംബത്തിലെ വിത്ത് ഫാമിലി ദേവേന്ദ്രൻ അവിടെ ജീവിക്കുക. 1 കൊല്ലം കഴിഞ്ഞു. ഇവിടെ ദേവലോകം ഒരുങ്ങിയതായി. ഇന്ദ്രൻ ശാപകാലം കഴിഞ്ഞ് ഇന്ന് വരും, രാത്രിയേക്കും ആളെ കാണാനില്ല. 1 ആഴ്ച കാത്തു, കാണാനില്ല. ദേവന്മാരൊക്കെ തെരഞ്ഞിറങ്ങി. എവിടെ പോയി ദേവേന്ദ്രൻ? അന്വേഷിച്ച് പിടിച്ചു നോക്കുമ്പോണ്ടത്രേ ഒരു ചളിക്കുണ്ടില്ല. ദേവേന്ദ്രനും അല്ലെ മിസ്സസ് ദേവേന്ദ്രനും മക്കളും ഒക്കെ കൂടിയ ചളിയിലൊക്കെ മറിഞ്ഞ് ദേവന്മാര് പറഞ്ഞു, ഇന്ദ്ര, ഇങ്ങനെ കഷ്ടകാലമൊക്കെ തീർന്നു, അന്ന് വരൂ, സ്വർഗലോകത്തേക്ക് വരൂ, സ്വർഗസുഖങ്ങൾ അങ്ങേ കാത്തിരിക്കുന്നു. ദേവേന്ദ്രൻ പറഞ്ഞത്ര, എന്ത് സ്വർഗം? ഇതിൽ പലൊരു സ്വർഗമൊന്നും വേറെ എവിടെയില്ല. നിങ്ങൾ വേണമെങ്കിൽ പന്നിയായിക്കോളൂ, ഇവിടെ കൂടി. എന്തൊരു സുഖം ഇവിടെ എന്നറിയോ? നോക്കൂ, ഇവിടെ 2 കുഴപ്പമുള്ളത്. ഒന്ന്, ഇപ്പൊ ജീവിക്കണത് സുഖമാണ് എന്നുള്ള ധാരണ എത്ര കാലം ഉണ്ടോ അത്ര കാലം ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള തോന്നല്
അതാണ് ഇപ്പൊ നമുക്ക് മോക്ഷം വേണ്ടത്. നമുക്ക് തന്നെ വലിയ സുഖം. രാവിലെ ഇഡ്ഡലി സാമ്പാറുണ്ട്, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം, വൈകുന്നേരം 2 ചപ്പാത്തിയും കഴിക്കാം, പിന്നെയും രാവിലെ ദോശ കഴിക്കാം. ഇതാണ് സുഖം എന്ന് വിചാരിച്ചിരുന്നാൽ രക്ഷം. അതുകൊണ്ടല്ലേ ഹിരണ്യകശിപുവിനോട് പ്രഹ്ലാദകുമാരൻ ആദ്യം പറഞ്ഞത് എന്താ? അച്ഛാ ഇത്വാത്മപാദം ഗൃഹമന്ധകൂപം വനം ഗതോയൽ ഹരിമാശ്രയേതാച്ച. ഒരു സത്യം പറയട്ടെ, അച്ഛനെ ഒരു തവളയാണ് അച്ഛ. നോക്കണേ, പ്രഹ്ലാദകുമാരൻ പറയാ തവളയാണ് അച്ഛൻ. അതും വെറും തവളയല്ല, പൊട്ടക്കിണറ്റില് വീണ് കിടക്കണ തവളയാണ്. എന്താ, അങ്ങാകെ കിണറിന്റെ അടിഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഹിത്വാത്മപാദം ഗൃഹം അന്ധകൂപം, ഇരുട്ട് നിറഞ്ഞ പൊട്ടക്കിണറിൽ വീണ് കിടക്കണ തവളയാണ് അച്ഛൻ. അച്ഛൻ ലോകം കണ്ടിട്ടില്ല, ഇതിനപ്പുറത്തൊരു ലോകമുണ്ട് അല്ലേ? കടലിൽ നിന്നൊരു തവള കിണറ്റിന് വഴിതെറ്റി വീണൂന്ന. കിണറ്റിൽ തവള ഓൾറെഡി ഉണ്ട്. അദ്ദേഹം ചോദിച്ചു, നീ എവിടുന്നാ വരണത്? ഞാൻ കടലിൽ നിന്നാ വരണത് പറഞ്ഞു. കടലെങ്ങനെയാ ചോദിച്ചു. കടല് വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോ തവള, കിണറ്റിലെ തവള ഇരിക്കുന്നിടത്തുനിന്ന് 1 മീറ്റർ അപ്പുറത്തേക്ക് ചാടിയിട്ട് ചോദിച്ചു, ഇത്ര ഉണ്ടാവുമോ നിന്റെ ഈ കടല്? കടലെ തവള പറഞ്ഞു, എന്താ ഇപ്പൊ നിന്നോട് പറയാ, ഇതൊന്നുമല്ല. അപ്പൊ കുറച്ചുകൂടി പകുതി വരെ ചാടി, ഇത്ര ഉണ്ടാവുമോ? അപ്പോഴൊന്നും മിണ്ടിയില്ല. 1 റൗണ്ട് അടിച്ചു തവള. എന്ന് പറഞ്ഞു, എന്തായാലും ഇത്ര ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അപ്പൊ കടലിലത്തെ തവള പറഞ്ഞു, നീ എന്താ അറിഞ്ഞിട്ടായി പറഞ്ഞു, ഈ കിണറിൽ 8 വട്ടം വെള്ളം അവിടെ കിടക്കണു, കടലിലെ വെള്ളം അവിടെ കിടക്കണു. ഹിത്വ ആത്മപാദം ഗൃഹം അന്ധകൂപം വനം ഗതോയൽ ഹരിമാശ്രയേതാ. ഹിരണ്യകശിപുവിനോട് പ്രഹ്ലാദകുമാരൻ പറഞ്ഞതുപോലെ. അപ്പൊ ഇവിടെ ഇതന്നെയാണ് സുഖം എന്ന് വിചാരിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ കുഴപ്പം അല്ലെ. എത്ര കഴിഞ്ഞാലും ഹോം സിക്നെസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ കുട്ടികൾക്ക്, അതുപോലെ അല്ലെ ഇതിനോടുള്ള അത്യാസക്തി, ഭ്രമം, അതൊരിക്കലും വിട്ടുപോവാൻ അല്ലെങ്കിൽ വിട്ടൊഴിയാൻ നമുക്ക് കഴിയുന്നില്ല. അതാണ് ശ്രീരാമചന്ദ്ര സ്വാമി പറഞ്ഞത്, ത്യജിക്കുന്നതിൽ ഒരു സുഖം ഉണ്ട്. നമുക്കോ ഭുജിക്കുന്നതിലെ സുഖം അറിയുള്ളൂ, ത്യജിക്കുന്നതിലെ സുഖം നമുക്കറിയില്ല. തെത്തേന ഭുഞ്ചീത, ആചാര്യന്മാരതാ പഠിപ്പിച്ച. ത്യജിച്ചുകൊണ്ട് ജീവിക്കൂ, ത്യജിച്ചുകൊണ്ട് ജീവിക്കാൻ പഠിക്കൂ അല്ലേ? ആ ത്യാഗത്തിലാണ് ആനന്ദമുള്ളത്. ഇതാണ് നമ്മുടെ പൂർവികന്മാര് പഠിച്ചത്. ത്യാഗമെന്നതേ നേട്ടം താഴ്മ താൻ അഭ്യുന്നതി. ആ ത്യാഗത്തിലാണ് നേട്ടം. എന്നാൽ സമാധിയും സുരഥനൊക്കെ അവിടെ ഇരുന്ന് പഴയ കാര്യം ആലോചിക്കണോ, കുടുംബത്തെക്കുറിച്ച് ആലോചിക്കണോ. ഏതുപോലെ നല്ല മഴക്കാലം, പുഴകളൊക്കെ കര കവിഞ്ഞൊഴുക, നല്ല മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ട്. അപ്പൊ ആളുകൾ ഈ പുഴവക്കത്ത് വന്ന് നിൽക്കൂത്രേ. എന്തിനാ? ഈ മലവെള്ളപ്പാച്ചില് പല സാധനം ഒഴുകി വരും. തേങ്ങയൊക്കെ ഒഴുകി വരും, അപ്പൊ ഒക്കെ പിടിച്ചെടുക്കാം. ആട്, കോഴി, പശുവൊക്കെ ഒഴുകി വരും, അതിനെയൊക്കെ പിടിച്ചെടുക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത്രേ ഒരു വലിയ കറുത്ത കരിമ്പടക്കെട്ട്, കമ്പിളിക്കെട്ട് ഇങ്ങനെ ഒഴുകി വരുന്നത് കണ്ടതേ. ഒരാൾ എടുത്തങ്ങോട്ട് ചാടി. എന്താ, മഴയല്ലേ, ഈ കരിമ്പടം കുറച്ച് കിടക്കാന്ന് ചാടി അതങ്ങോട്ട് പിടിച്ചു. അത് കമ്പിളി ഒന്നല്ല, ഒരു കരടിയായിരുന്നു എന്നാ. കരടിക്ക് അതിലേറെ സന്തോഷം. അതിങ്ങനെ മുങ്ങിച്ചാവാൻ നേരത്തെ ഒരാൾ ഇങ്ങോട്ട് കരടി അതിലേറെ ശക്തിയിൽ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. ഈ കരടി ഇയാളെയും കൊണ്ട് വെള്ളത്തേക്ക് താഴാൻ തുടങ്ങി. അപ്പൊ കരയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞു, താൻ എന്തിനാണ് കഷ്ടപ്പെടാൻ, കമ്പിളിക്കെട്ട് അങ്ങോട്ട് വിടൂ, എന്നിട്ട് ഇങ്ങോട്ട് വരുമോ എന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞു, അതേ ഞാനല്ല കമ്പിളിക്കെട്ട് വിടാത്തത്, പിന്നെ ഈ കമ്പിളിക്കെട്ട് ഇപ്പൊ എന്നെയാണ് വിടാത്തത്. ഇതാണ് ഇപ്പൊ നമ്മുടെ ഒക്കെ അവസ്ഥ. ഈ കമ്പിളിക്കെട്ട് നമ്മളെപ്പോ വിടില്ല. കഴിഞ്ഞ പ്രാവശ്യം സപ്താഹത്തിന് പോയപ്പോഴാണ് ഉച്ചയ്ക്ക് വിശ്രമമൊക്കെ കഴിഞ്ഞ അന്ന് അവതാരം കൂടിയാണ്, വൈകുന്നേരം ഇങ്ങനെ വരിക അവതാര രംഗത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെയൊക്കെ ഇങ്ങനെ വന്നിരുന്ന ഒരാളുണ്ട് പാടം ക്രോസ് ചെയ്തിട്ട് വേണം വേദിക്ക് വരാൻ. ഒരു പശുവിനും തീറ്റിച്ച് നിൽക്കുന്നുണ്ട്. ചോദിച്ചു, വരുന്നില്ലേ എന്ന്. ഇപ്പൊ അവതാരമാണ്, അദ്ദേഹം വരണം നോക്കണ്ട് മാഷെ. പിന്നെയോ, പശു ഉണ്ടേ, പശുവിന്റെ നോക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, വാസ്തവത്തിൽ നിങ്ങൾ പശുവിനെയാണോ കെട്ടിയിട്ടിരിക്കുന്നത്, പശു നിങ്ങളെയാണോ? ഇതൊരു ചോദ്യമാണ്, നിങ്ങൾ ഓരോരുത്തർ സ്വയം ചോദിച്ചോളൂ. ഒരു കയറിൽ ഒരറ്റത്ത് പശുവുണ്ട്, ഈ അറ്റത്ത് നമ്മളുണ്ട്. നമ്മുടെ ധാരണ എന്താ, ഞാൻ പശുവിനെ കെട്ടി. ശരിക്കും ആരവിടെ കെട്ടി ഇട്ടിട്ടുള്ളത്? പശുവാണ്. പശു കെട്ടുകൊണ്ടാണ് ഇയാൾക്ക് എന്തിനു കേൾക്കാൻ വരാൻ പറ്റാത്തത്, സപ്താഹത്തിന് വരാൻ പറ്റാത്തത്. അപ്പൊ പശുവാണ് നമ്മളെ കെട്ടിരിക്കണത് അല്ലെ. അതുകൊണ്ടാണ് അമ്മോട് പ്രാർത്ഥിക്കുക, പശു പാശ വിമോചിനി അല്ലെ. അപ്പൊ നോക്കൂ, ഇത്തരത്തിലുള്ള സകല കെട്ടുകളെയും പൊട്ടിക്കേണ്ടതുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഈ സമയത്താണ് സമാധി സുമേധസ് മഹർഷി എത്തി. അദ്ദേഹം ചോദിച്ചു, എന്താ രണ്ടാളും കൂടി ഒരു ചർച്ച? അവർ പറഞ്ഞു, ഗുരുനാഥ, ഞങ്ങളുടെ അനുഭവമൊക്കെ ഇങ്ങനെയാണ്. ഞങ്ങൾക്കറിയാം ഇവർക്ക് ആർക്കും ഞങ്ങളോട് തരിമ്പു സ്നേഹമില്ല. ഞങ്ങളുടെ സ്വത്തിനോടും സ്വാധീനത്തോടും പണത്തിനോടും ഒക്കെയാണ് അവർക്ക് ഇഷ്ടം. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് അവരോട് വീണ്ടും ഒരിഷ്ടം തോന്നുന്നു.
മമത തോന്നുന്നു. എന്താണ് അതിന് കാരണം? ഇവിടെ പറഞ്ഞു അതിനുള്ള കാരണം, ആ മമതയ്ക്കുള്ള കാരണം മായയാണ്. ശ്രദ്ധിക്കണേ, മായയാണ് കാരണം. ഉടനടുത്ത ചോദ്യം, എന്താണ് ഈ മായ? ആ ചോദ്യത്തിൽ നിന്നാണ് എന്ത് വരുന്നത്? ദേവി മഹാത്മ്യം. മായാഭഗവതിയുടെ കഥകളാണ് ദേവി മഹാത്മ്യത്തിൽ വരുന്നത്. സമയമൊക്കെ കഴിഞ്ഞു, 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. 12:30 വരെയാണ് പറഞ്ഞത്. 3:45 5 മിനിറ്റ് കൂടി ശ്രമിക്കാം, ഓടിച്ച് നമുക്ക് പറഞ്ഞ് സമർപ്പിക്കാം. തുടർന്ന് ഈ യോഗമായാദേവിയുടെ കഥ ആദ്യം പറഞ്ഞു കൊടുക്കുന്നു. പണ്ട് പ്രളയം കഴിഞ്ഞ സമയത്ത് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ ഇങ്ങനെ പാലാഴിയിൽ അനന്തശായി കിടക്കുന്ന സമയത്ത് പാലാഴിയിലെ തിരമാലകൾ അങ്ങനെ ഈ ഭഗവാന്റെ ചെവികളിലേക്കൊക്കെ അടിച്ചെത്താൻ തുടങ്ങി. ആ ചെവികളിൽ ഈ തിരമാലകളുടെ നുരയും പതയും ഒക്കെ അഴുക്കായിട്ട് നിന്നു. ഭഗവാൻ 2 കൈവിരൽ കൊണ്ടും ആ ചെവിയിലടിഞ്ഞ അഴുക്കിങ്ങനെ തോണ്ടിയെടുത്ത് ഈ വെള്ളത്തിലേക്ക് ഇട്ടു. ഭഗവാന്റെ സ്പർശത്തോടുകൂടി അത് 2 അസുരന്മാരായി മാറി. ഒരാളുടെ പേര് മധു, മറ്റൊരാളുടെ പേര് കൈടവൻ. മധുകൈടവന്മാര്. ഈ മധുകൈടവന്മാര് അജയ്യരായിട്ട് വളർന്നു, ലോകത്തെ മുഴുവൻ അർപ്പിക്കാൻ തുടങ്ങി. ആര് വിചാരിച്ചാലും അവരെ വധിക്കാൻ പറ്റുന്നില്ല. അപ്പോ എല്ലാവരും കൂടി ശരണം പ്രാപിച്ചു. മായാദേവി പറഞ്ഞു, ഞാൻ ശ്രമിക്കാം. അങ്ങനെ ഭഗവാനിൽ നിന്നും ഭഗവാന്റെ തന്നെ മായയായിരിക്കണ നിദ്ര, യോഗനിദ്ര മാറി നിന്നു. ഭഗവാൻ ഉണർന്നു. മധുകൈടവന്മാരുമായിട്ട് യുദ്ധം. തന്നിൽ നിന്നുണ്ടായത് കൊണ്ട് അവരെ തനിക്ക് വധിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ചോദിച്ചു, നിങ്ങളെ തോൽപ്പിക്കാൻ എനിക്ക് സാധ്യമല്ല. എനിക്ക് വളരെ സന്തോഷമായി, നിങ്ങൾക്ക് നല്ല കരബലമുണ്ട്, അതുകൊണ്ട് എന്ത് വരാണ് വേണ്ടത്? മധുകൈടവന്മാർക്ക് അഹങ്കാരമായി അവർ പറഞ്ഞു, ഞങ്ങളുടെ മുമ്പിൽ തോറ്റിട്ട് നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വരം വാങ്ങി, നിന്റെ വരം ഞങ്ങൾക്ക് വേണ്ട, നിനക്ക് എന്തെങ്കിലും വരം വേണമെങ്കിൽ ഞങ്ങൾ തരാം. ഭഗവാൻ പറഞ്ഞു, എന്നാ എനിക്കൊരു വരം വേണം. എന്താ വേണ്ടത്? നിങ്ങൾ 2 പേരും എന്റെ കൈ കൊണ്ട് കൊല്ലപ്പെടണം. അപ്പൊ ഒരു ഉപാധി വെച്ചു. എല്ലായിടത്തും വെള്ളല്ലേ, ശരി, എന്നെ വെള്ളത്തിൽ വെച്ചിട്ട് ഞങ്ങളെ കൊല്ലരുത്. ഭഗവാൻ അതൊരു വിഷമം ഉണ്ടായിരുന്നു. വേറെ വരം വാങ്ങിയ ആളുണ്ടായിരുന്നു. അകത്ത് പാടില്ല, പുറത്ത് പാടില്ല, മേലെ പാടില്ല, താഴെ പാടില്ല, രാത്രി പാടില്ല, പകല് പാടില്ല, ജീവുള്ളത് കൊണ്ട് പാടില്ല, ജീവല്ലാത്തതുകൊണ്ട് പാടില്ല, ഉണങ്ങിയ വസ്തു കൊണ്ട് പാടില്ല, പച്ച. എന്നിട്ടിപ്പോ എന്താ ഉണ്ടായത്? അതുപോലെ തന്നെ മടിയിൽ പിടിച്ചു കിടത്തി മധുകൈടവന്മാരെ വധിച്ചു. അവരുടെ മേധസ് വെള്ളത്തിൽ വീണു. അതാണ് മേദിനി, ഭൂമിയായിട്ട് മാറിയത്. ആ മധുകൈടവ വധമാണ് 1ാമത്തെ ചരിതം. അവിടെ യോഗമായാദേവിയുടെ കഥ പറഞ്ഞു. അപ്പൊ ഇവര് ചോദിച്ചു, ഇനിയും ഇതുപോലത്തെ കഥകളുണ്ടോ? അപ്പോഴാണ് മഹിഷാസുരന്റെ കഥ പറയണത്, ശുംഭനിശുംഭന്മാരുടെ കഥ പറയണത്. അവിടെ തന്നെ ആ രക്തബീജന്റെ കഥ അല്ലെ. ഇതൊക്കെ ചുരുക്കിയിട്ടാണ് മാധർമ്മേ മധുകൈടഭഗ്നി മഹിഷ പ്രാണാപഹാരോദ്യമേ നിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ടാർദിനി നിശേഷീകൃത രക്തബീജതനുജേ നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശുദുരിതം ദുർഗേ നമസ്തേംബികേ. കഥകളൊക്കെ വിവിധ ചരിതങ്ങളായിട്ട് പറഞ്ഞു കൊടുത്തു. തുടർന്ന് അവരെ അനുഗ്രഹിച്ച് സുമേധ മഹർഷി തപസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചു. അവര് തപസ് ചെയ്തു, ദേവിയെ പൂജിച്ചു. ദേവി പ്രത്യക്ഷപ്പെട്ടു. എന്ത് വരമാണ് വേണ്ടത് ചോദിച്ചു. സുരത മഹാരാജാവ് പറഞ്ഞു, എനിക്ക് എന്റെ പഴയ രാജ്യവും എന്റെ ആനകുട്ടിയും എന്റെ ഭാര്യയും എന്റെ മക്കളും ഒക്കെ തന്നെയാണ് വേണ്ടത്. നോക്കണേ, തറകാലം ഇതൊക്കെ കേട്ടിട്ട് തപസ് ചെയ്തിട്ട് അദ്ദേഹം പഴയ കാര്യങ്ങൾ തന്നെ ചോദിച്ചു. അതേസമയം സമാധി പറഞ്ഞു, എനിക്കിതൊന്നും ഇനി വേണ്ട, എനിക്ക് മോക്ഷം മാത്രമാണ് വേണ്ടത്. അമ്മയ്ക്ക് വളരെ സന്തോഷമായി. പക്ഷെ ഒരു വിഷമവും തോന്നിയിത്രേ. കുട്ടികൾ കഥയില്ലാണ്ട് പലതും ചോദിക്കും. അട്ടെ, അതുകൊണ്ട് സമാധി സുരഥ മഹാരാജാവ് അങ്ങയ്ക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടും, പക്ഷെ അങ്ങേക്ക് ഞാൻ മോക്ഷം തരും. ചോദിച്ചിട്ടില്ലെങ്കിലും മോക്ഷം. ഇത് 2 തരത്തിലുള്ള മോക്ഷമാണ്. ഒന്ന് ക്രമമുക്തി, മറ്റൊന്ന് സദ്യോമുക്തി. എന്താ ക്രമമുക്തി എന്ന് പറഞ്ഞാൽ? ക്രമത്തിൽ പതുക്കെ 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 എന്തൊക്കെ ആഗ്രഹമുണ്ടോ ആ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് മോക്ഷത്തിലെത്തുക. അത് ക്രമമുക്തി. സദ്യോമുക്തി എന്താ? പെട്ടെന്നുള്ള മുക്തി. അപ്പൊ മഹാരാജാവായ സുരഥന് ക്രമമുക്തി പറഞ്ഞു. അങ്ങ് അടുത്ത മന്വന്തരത്തിലെ മനുവായിത്തീരും. ഈ സുരഥ മഹാരാജാവാണ് 8ാമത്തെ മനുവാകുന്ന സാവർണി. അങ്ങനെയാണ് ദേവി മഹാത്മ്യം അവസാനിക്കുന്നത്. സാവർണി ഭവിതോ
മനു 8ാമത്തെ മനുവായിട്ട് അങ്ങ് മാറും. ആ ചൈത്ര വംശത്തിന്റെ രാജാവ് മാത്രമല്ല, ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന മനുവായിട്ട് അങ്ങ് മാറും എന്ന് സുരഥനെ അനുഗ്രഹിച്ചു. സമാധിയോട് അദ്ദേഹം ആവശ്യപ്പെട്ടതുപോലെ ജ്ഞാനാത്ത് ഏവത് കൈവല്യം, വേണ്ടയിടത്തോളം ജ്ഞാനവും മോക്ഷവും നൽകി ആ വൈശ്യനെയും അനുഗ്രഹിച്ചു. ഇപ്പൊ നോക്കൂ, ഈ കഥകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? എന്ത് സങ്കല്പത്തോടുകൂടി സമീപിക്കണോ അത് ലഭിക്കും. കിമലഭ്യം ഭഗവതി പ്രസന്നേ ശ്രീനികേതനെ. എന്താണ് ലഭിക്കാന്നല്ല, എന്താണ് ലഭിക്കാത്തത്. അപ്പൊ സർവസ്വവും അമ്മയുടെ പാദങ്ങൾ സമർപ്പിക്കുക. ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായ. അതുകൊണ്ട് ഭക്തി വേണോ, മുക്തി വേണോ, ഭുക്തി വേണോ, സിദ്ധി വേണോ, ശക്തി വേണോ, എന്താ വേണ്ടത് വെച്ചാൽ അത് ദേവി മഹാത്മ്യ ഉപാസനയോടുകൂടി ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവി മഹാത്മ്യത്തെ ഇവിടെ സമർപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ദേവി മഹാത്മ്യത്തിൽ നിന്ന് അടുത്ത് ഒന്ന് ദൂരെ നിന്ന് കാണാൻ മാത്രമേ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. കഥകളൊക്കെ വിസ്തരിച്ചത് നാരായണീ സ്തുതി പോലുള്ള ഭാഗങ്ങൾ അല്ലേ, ദേവസ്തുതി പോലുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ വളരെ ചുരുങ്ങിയ സമയത്ത് അനുസ്മരിക്കാൻ പറ്റുന്നതല്ല. ഓരോ ശ്ലോകങ്ങൾക്ക് പോലും വ്യത്യസ്തമായ അർത്ഥം. പോയി നോക്കൂ, യാദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യ 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 3 തവണ നമസ്കാരം പറയും ആ ശ്ലോകങ്ങളിൽ മുഴുവൻ അല്ലേ. ഇപ്പൊ ബുദ്ധി രൂപേണ 3 തരത്തിലുള്ള ബുദ്ധി എന്താണ്? 3 തരത്തിൽ: സത്വഗുണപ്രധാനമായ ബുദ്ധി, രജോ ഗുണപ്രധാനമായ ബുദ്ധി, തമോ ഗുണപ്രധാനമായ ബുദ്ധി. മറ്റൊരാളെ വഞ്ചിക്കുക, അത് നല്ല ബുദ്ധി വേണ്ടേ? വേണം. അതാണെന്ത്? തമോ ഗുണപ്രധാനമായ ബുദ്ധി. രജോ ഗുണപ്രധാനമായ ബുദ്ധി എന്താണ്? നിങ്ങളുടെ പോക്കറ്റിലെ പണം എന്റെ പോക്കറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന സൂത്രമാണ് രജോ ഗുണപ്രധാനമായ ബുദ്ധി. അതിന് നല്ല കഴിവ് വേണം. സാത്വിക ബുദ്ധി എന്താ? ഇതുപോലെ പുരാണ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് പഠിക്കാനുള്ള ബുദ്ധിയാണ് സാത്വിക ബുദ്ധി. അപ്പൊ യാ ദേവി സർവഭൂതേഷു ബുദ്ധി രൂപേണ എന്ന് പറഞ്ഞാൽ 3 നമസ്കാരം. നമസ്തസ്യ എന്ത്? തമോ ഗുണപ്രധാനമായ ബുദ്ധിക്ക് നമസ്കാരം, രജോ ഗുണപ്രധാനമായ ബുദ്ധിക്ക് നമസ്കാരം, സത്വഗുണപ്രധാനമായ ബുദ്ധിക്ക് നമസ്കാരം. ഇങ്ങനെ വളരെ അടിസ്ഥാനപരമായിട്ട് ദേവി മഹാത്മ്യത്തെ പഠിക്കേണ്ടതുണ്ട്. അത് മറ്റവസരങ്ങളിലാകാം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളെ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഒരു ശ്ലോകമെങ്കിലും ദേവി മഹാത്മ്യം നിത്യോപാസിക്കുക. നമുക്കൊക്കെ അറിയുന്നതാണ്, അത് ചൊല്ലി നമുക്ക് സമർപ്പിക്കാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ ശരണാഗത ദീനാർത്ത പരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. തുടങ്ങിയ മുതൽ അവസാനിക്കുന്നത് വരെ ചെവിയും കുറിപ്പിച്ച് ശ്രദ്ധാപൂർവം ശ്രോതാക്കൾ ഇരുന്നത് തന്നെ ആചാര്യന്റെ പ്രഭാഷണ മേന്മയ്ക്കുള്ള ഉദാഹരണമാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇന്ന് സത്സംഗം അവതരിപ്പിച്ച ആചാര്യക്കുളത്തൂർ ജയകൃഷ്ണവർക്കൊക്കെ ദേവസ്വത്തിന്റെയും നിങ്ങളുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ദേവസ്വത്തിന്റെ ഒരു എളിയ ദക്ഷിണ സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ദക്ഷിണ